ദൈവത്തിന്റെ വിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. Glory be to the holy name of God. തികച്ചും ദൈവത്തിൽ ആശ്രയിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഈ കൺവെൻഷന്റെ രണ്ടാം ദിനത്തിലും ദൈവത്തിന്റെ മഹനീയമായ സാന്നിധ്യം അനുഭവിച്ച് ദൈവത്തിൽ നിന്നുള്ള സന്തോഷവും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ കരുണാസമ്പന്നനായ ദൈവം നമ്മോട് മനസ്സലിഞ്ഞതിനാൽ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. I thank and magnify the name of God for the Lord has given us the opportunity to come over here, experience the marvelous presence of the Lord. We trust in the grace of God and conduct this convention. Here too the Lord has given the opportunity to experience presence. തുടർന്ന് നമുക്ക് ദൈവവചനത്തിലൂടെ നമുക്ക് ആവശ്യമായ ദൈവിക സത്യങ്ങൾ നമ്മെ അറിയിക്കേണ്ടതിനായി പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. In furtherance, let's keep ourselves in the presence of God in the spirit of prayer, in order that God might speak to us through the word of God. തിരുവചന ധ്യാനത്തിനായി സഭാപ്രസംഗിയുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം വായിക്കാം. For a meditation, let's move on to the book of Ecclesiastes. Read chapter 7, the 8th verse. ഒരു കാര്യത്തിന്റെ ആരംഭത്തേക്കാൾ അതിന്റെ അവസാനം നല്ലത്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to the name of God. ജ്ഞാനിയിൽ ജ്ഞാനിയായ ശലോമോൻ 3000 സദൃശവാക്യങ്ങളും 1005 ഗീതങ്ങളും എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് പഠിക്കുവാൻ കഴിയും. From the word of God we come to understand Solomon the wise has composed 3000 proverbs and 1005 hymns. രാജാക്കന്മാരിൽ ഉന്നതനായിരുന്ന ജ്ഞാനിയിൽ ജ്ഞാനിയായ ശലോമോൻ രചിച്ച വിശുദ്ധവേദ പുസ്തകത്തിലെ സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ നിന്നാണ് ഒരു വാക്യാംശം ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത്. Book of Ecclesiastes had been composed by Solomon the wise. From that particular book we just read now a portion. ഈ ദൈവവചനം നമുക്ക് പ്രധാനമായി 2 വിഷയങ്ങളെ പഠിപ്പിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയും. Prominently, this word of God teaches 2 things. ഒന്ന് ഒരു കാര്യത്തിന്റെ ആരംഭം, മറ്റൊന്ന് അതിന്റെ അവസാനം. One, the beginning of something. Second, the end thereof. ഏത് കാര്യത്തെ നാം നോക്കിയാലും ഈ വചനം അന്വർത്ഥമായിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. Whatever is taken into consideration, we come to understand this is realized today. ഏതൊരു കാര്യത്തിനും ഒരു ആരംഭമുണ്ട്, അതുപോലെ അതിനൊരു അവസാനവുമുണ്ട്. For anything, it has got a beginning. Meanwhile, it has got an end as well. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. ഈ അഖിലാണ്ടത്തെ നാം നോക്കുമ്പോൾ ഈ അഖിലാണ്ടത്തിന് ഒരു ആരംഭമുണ്ട്, ഇതിനൊരു അവസാനവുമുണ്ട്. When we observe this universe, we comprehend it has got a beginning. Meanwhile, it has got an end too. ശാസ്ത്രലോകത്തെ വളരെയധികം ചിന്തിപ്പിക്കുന്നതായ ഒരു വിഷയമാണ് ഈ അഖിലാണ്ടത്തിന്റെ ഉത്ഭവം. The very origin of this universe is something that is provoking thoughts into the scientific minds. അനേക ജ്ഞാനികളായ മനുഷ്യർ പല നിഗമനങ്ങളിൽ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം പിൽക്കാലങ്ങളിൽ വൃഥാവായി തീർന്നുപോയി. Many wise men reached certain assumptions. As days passed by, everything proved to be futile and meaningless. സമീപ കാലങ്ങളിലും കോടിക്കണക്കിന് പണം ചെലവഴിച്ച് ശാസ്ത്രജ്ഞന്മാർ ഈ അഖിലാണ്ടത്തിന്റെ ആരംഭത്തെക്കുറിച്ച് വളരെയധികം ചിന്തിച്ചുകൊണ്ട് പല പ്രവൃത്തികൾ ചെയ്തിരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. Even during the recent days, scientists spent millions and millions of rupees spent investigations as to find out what is the origin of this universe. ഫ്രാൻസ് രാജ്യത്തിന്റെ അതിർത്തിയിൽ ഒരു ഭൂഗർഭ വലിയ അറയുണ്ടാക്കി അവിടെ ഒരു വലിയ പരീക്ഷണശാലയിൽ ഇതിനെക്കുറിച്ചുള്ള പരീക്ഷണം നടത്തിയതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. At the frontier of France, they made a big crater. They established a lab. They made investigation as to find out the origin of this universe. എന്നാൽ അവർ അവസാനമായി അതിൽ നിന്ന് കണ്ടെത്തിയത് ഇലക്ട്രോണും പ്രോട്ടോണുമായ കോടിക്കണക്കിന് തന്മാത്രകളുടെ കൂട്ടിയിടിയിൽ കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞ ഒരു ചെറിയ കണത്തിന് അവർ പേരിട്ടത് ദൈവഗണം എന്നാണ്. However, by the course of that investigation, they came to understand proton and electron. They have the collision
millions and millions of mass particles to come up. Therefore, the result is the mass. എന്നാൽ ഈ അഖിലാണ്ടത്തിന്റെ ആവിർഭാവം എവിടെ എന്ന് അവരോട് ചോദിച്ചാൽ അവസാനമായി വന്ന മറുപടി അത് അജ്ഞാതമാണ് എന്നാണ്. However, if you ask them the question after these tall investigations, what is the origin of this universe? They will say it is totally ignorance. എന്നാൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഈ അഖിലാണ്ടത്തിന് ഒരു ആരംഭമുണ്ട്. However, I have to tell you this universe has got a beginning. വിശുദ്ധ വേദപുസ്തകത്തിൽ അതിന് അനേക തെളിവുകളുണ്ട്. The Holy Bible provides plenty of evidences for the same. ഇവയെല്ലാം ഇപ്പോൾ ഇവിടെ വെളിപ്പെടുത്തുവാൻ സന്ദർഭമല്ല. It does not probably touch all the evidences here. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ അതിന് വ്യക്തമായ ഒരു മറുപടി നമുക്കവിടെ കാണുവാൻ കഴിയും. However, as we focus attention onto the book of Genesis chapter 1, the first verse, we understand a clear-cut response to this question. ഈ അഖിലാണ്ടത്തിന്റെ ആരംഭം എവിടെയാണ്? Where is the beginning of this universe? ഒരു ക്ലിപ്തമായ സമയത്ത് ഇത് ദൈവം സൃഷ്ടിച്ചു എന്നുള്ളത് ദൈവവചനത്തിൽ നിന്ന് പഠിക്കുന്ന ഒരു വലിയ സത്യമാണ്. At an appointed time, the Creator God has created this is a truth we discover from the Word of God. അതിന് ദൈവവചനം നൽകുന്ന മറുപടി ആദിയിൽ എന്നാണ്. For the same purpose, the Word of God gives a reply in the beginning. അത് എന്നായിരിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് ലോകം തലപുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. In the beginning, what is the beginning? The present world is putting the heads together in brainstorming sessions. They want to find out the answer. എന്നാൽ ഈ ലോകത്തെ 3 ഭാഗങ്ങളായി നമുക്ക് തിരിച്ച് ചിന്തിപ്പാൻ കഴിയും. This world can be categorized under 3 heads and we can study accordingly. ഒന്ന് കാലാതീതമായ ഒരു പൂർവ്വ ലോകം. One, there is a primitive world, there is a former eternity. മറ്റൊന്ന് ഇന്ന് നിലനിൽക്കുന്നതായ ഈ ലോകം. Second one, the present existing world. മൂന്നാമതായി വരുവാനിരിക്കുന്ന ഒരു ഭാവി ലോകം. Third one, the future impending world. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. ഭൂമിയുടെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ ഈ അഖിലാണ്ടത്തിന്റെ ആരംഭത്തെ കുറിച്ച് ആദിയിൽ എന്ന് പറയുമ്പോൾ ബൈബിൾ നാം പഠിച്ചാൽ അതൊരു നീണ്ട യുഗമായി നമുക്ക് കാണുവാൻ കഴിയും. About the origin of this earth, about the origin of this universe, Bible says in the beginning, that can be analyzed as a dispensation. അത് ദൂതന്മാരുടെ യുഗം എന്ന് നമുക്ക് ചിന്തിപ്പാൻ കഴിയും. It is termed to be the dispensation of the angels. വിശുദ്ധ ബൈബിളിനെ 10 യുഗങ്ങളായി തിരിച്ച് പഠിക്കുവാൻ കഴിയും. Biblical truths can be divided under 10 dispensations. ആദ്യത്തെ യുഗം ദൂതന്മാരുടെ യുഗമാണ്. The first one is the dispensation of the angels. ഇന്ന് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് 6-ാമത്തെ യുഗമായ കൃപായുഗത്തിലാണ്. The current season is the 6th dispensation, that's of grace. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. 10-ാമത്തെ യുഗമായ നിത്യതയെയും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. Again, the 10th dispensation, that is eternity, about which also the Bible speaks about. അതിൽ 1-ാമത്തെ യുഗം നിലനിന്ന കാലമാണ് ആദിയിൽ എന്ന് പറയുന്നത്. Which the first dispensation existed, it is portrayed in the beginning. ആദിയിൽ ദൂതന്മാരുടെ സൃഷ്ടിപ്പ് നടന്നതായി കാണുവാൻ കഴിയും. In the beginning, we notice the creation of the angels. അതോടൊപ്പം തന്നെ കാലങ്ങൾക്ക് മുൻപ് ദൂതന്മാർക്ക് വലിയ വീഴ്ച സംഭവിച്ചതായും തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. Besides, subsequently, there was a great default to a group of angels, which is taught by the Word of God. ആ ദൂതന്മാർ ദൈവ സന്നിധിയിൽ നിന്നവരായിരുന്നു. Those angels subsisted in the presence of God. അതിമനോഹരമായി ഭയങ്കരമായ നിലയിൽ സൃഷ്ടിക്കപ്പെട്ടതായ ഒരു വലിയ വിഭാഗം ദൂതന്മാരുടെ ഗണമാണ് വീഴ്ത്തപ്പെട്ടത്. The angels, the lines shown a major part that was existing in a spectacular sublime fashion and was met with that fall. ദൂതന്മാരുടെ ഗണത്തെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നു, അത് 1000 കോടി കോടിയുമാകുന്നു. About the company of the angels, Holy Bible says 10,000s and 10,000s, thousands and thousands. ദൈവത്തിന്റെ ദൂതന്മാരുടെ ശക്തിയെ ദൈവവചനപ്രകാരം നമ്മൾ പരിശോധിക്കുമ്പോൾ
ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അവർ വെളിപ്പെട്ട് ആ ശക്തി വെളിപ്പെടുത്തിയിരിക്കുന്നതായി കാണുവാൻ കഴിയുന്നു. When we analyze the power of the angels biblically, in certain contexts they came down, they exemplified their own power. എന്നാൽ ദൂതന്മാർ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട അത്ര ഭയങ്കരമായ മനോഹരമായ ഒരു സൃഷ്ടിയാണ്. Angels were the creation created by God in an awesome, wonderful and magnificent fashion. അതിൽ ഒരു ഗ്രൂപ്പായിരുന്നു അരുണോദയ പുത്രനായ ശുക്രൻ അല്ലെങ്കിൽ ലൂസിഫറും കൂട്ടരും. Which one is Lucifer and his company, son of the morning star. അവർ വിശുദ്ധ ദേവ പർവ്വതങ്ങളിൽ ആയിരുന്നു. They were on the holy mountain. എങ്കിലും അവർ ദൈവത്തിന്റെ വാസസ്ഥലമായ സിംഹാസനത്തെ ആഗ്രഹിച്ചതിന്റെ ഫലമായി അവരിൽ നിന്ന് ഉയർന്ന നിഗളത്താൽ അവർ വീഴ്ത്തപ്പെട്ടതായി കാണുവാൻ കഴിയും. Nevertheless, they coveted up to the place of God, the throne of God. Therefore, they had become hot in the spirit, due to which they met this fall. നവരത്നങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടവരും ചിറക് വിടർത്തുമ്പോൾ സകല വാദ്യനാദ ഘോഷങ്ങളും മുഴങ്ങുന്നവരുമായി ദൈവസന്നിധിയിൽ നിന്ന് സേവ ചെയ്തിരുന്ന മറ്റൊരു കൂട്ടരാണ് ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബ് അല്ലെങ്കിൽ അഭിഷിക്ത കെരൂബ്. The cherub that is the most glorious group is another one that is spreading the wings. While spreading the wings, they were completely glittering. They were made with the precious stones, and musical sounds are also emanating from their wings. അവരും തങ്ങളുടെ സൗന്ദര്യ നിമിത്തമായി വ്യാപാരത്തിന്റെ പെരുപ്പ നിമിത്തമായി അവരും അഹങ്കരിച്ച് ആ നിലയിൽ നിന്ന് ദൈവത്താൽ താഴ്ത്തപ്പെട്ടതായി കാണുവാൻ കഴിയും. Because of their beauty, because of their greatness, they also became high-minded and they also met the debacle. മൂന്നാമതൊരു ഗ്രൂപ്പിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അത് യൂദായുടെ പുസ്തകം 6-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ അല്ലെങ്കിൽ വാഴ്ച കാത്തുകൊള്ളാതെ പോയ ദൂതന്മാരുടെ ഗണം. We read about the third company of angels, which is mentioned in the book of Jude, verse 6. The angels who did not keep their first estate. അവരും അവരുടെ നിലയിൽ നിന്ന് താഴ്ത്തപ്പെട്ട് കൂരിരുളിലേക്ക് അഗാധ കൂപത്തിലേക്ക് തള്ളപ്പെട്ടതായി കാണുവാൻ കഴിയും. They were demoted from their glorious position and put into the bottomless pit. മറ്റൊന്നാണ് ഇന്ന് ലോക രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഗോഗ് എന്ന് പറയുന്ന ശക്തി. The another force is the power of Gog that is controlling all the governments of the present world. പിശാചിന്റെ തലവനായി പ്രവർത്തിക്കുന്ന ബെയൽസെബൂൽ. Beelzebul, who is working as a captain of the company of the angels. അഗാധ കൂപത്തിന്റെ തലവനായിരിക്കുന്ന അഗാധ ദൂതൻ അബദ്ധോൻ എന്നൊരു സംഘത്തെ കാണുവാൻ കഴിയും. We notice another name called Anaton, who is the captain of the bottomless pit angels. ഈ ദൂതന്മാരുടെ സൈന്യമൊക്കെയും ദൈവസന്നിധിയിൽ നിന്ന് താഴ്ത്തപ്പെട്ട് അവർ അന്ധകാരമായി മാറിയതായി കാണുവാൻ കഴിയും. All these companies of angels had been in the presence of God. Therefore they had been demoralized, devoted. Alas, they had become now dark forces. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു. When we come to the book of Genesis, chapter 1, the 2nd verse. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, വെള്ളത്തിന്മീതെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. The darkness was upon the face of the deep. The Spirit of God moved upon the face of the waters. അതേ ദൂതന്മാരുടെ വീഴ്ചയാൽ ഒരു ഇരുണ്ട യുഗമായി ഒരു നീണ്ട കാലയളവിനെ കാണുവാൻ കഴിയുന്നു. Following the fall of the angels, that dispensation remained a dark one which prolonged there. കലാതീതമായ ആ പൂർവ്വകാലങ്ങളിൽ ഇങ്ങനെയുള്ള ഒട്ടനവധി സംഭവങ്ങളെ വിശുദ്ധ വേദപുസ്തകം നമുക്ക് ചൂണ്ടിക്കാണിക്കുകയാണ്. Events which took place in the dispensation of innumerable years, the Holy Bible speaks about everything. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to the name of God. അത് അങ്ങനെ വീണുപോയ ദൂതന്മാരുടെ സൈന്യം, Thus the host of the angels are fallen ones. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, as we turn Ephesians chapter 6 verse 12 onwards, അന്ധകാര ലോകത്തിന്റെ അധിപതിയായി ക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്നു. They are working as the chieftains of the dark world. സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകളായി പോരാടുകയാണ്. They are working as the hosts in the dark places of the space. അങ്ങനെ വിവിധ നിലകളിൽ ഇന്ന് ലോകത്തിൽ ശത്രുവായി, ദൈവത്തിന് ശത്രുവായി, ദൈവജനത്തിന് ശത്രുവായി
അന്ധകാരത്തിന്റെ ശക്തികൾ പോരാടിക്കൊണ്ടിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. Thus in the present world, these powers of darkness are working against God and against the people of God. ഇന്നും ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ച് പല അഭിപ്രായങ്ങൾ ഉന്നയിക്കുന്നവരുണ്ട്. Even today, there are many people who air up their opinions as to the origin of this universe. ഒരു കൂട്ടർ പറയുന്നത് ഇത് ഇപ്രകാരം തന്നെ അങ്ങ് ഉളവായി എന്നുള്ളതാണ്. One group says that this came into being by evolution. എന്നാൽ ഏത് ചെറിയ കാര്യത്തെ നാം എടുത്തു നോക്കിയാലും അതിന്റെ പിൻപിൽ ഒരു വലിയ ശക്തിയുടെ പ്രവൃത്തി ഉണ്ട്, ഒരു ശക്തി ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. However, when we investigate even a minor thing, we understand there's a force of operation behind it. ഒരിക്കലും ഒരു ദൈവഭക്തനായ മനുഷ്യൻ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നു. Once a God-fearing man who was traveling in a train, he was reading the pages of the Bible. അപ്പോൾ ഒരു യൗവനക്കാരനായ മനുഷ്യൻ തന്റെ അടുത്ത് വന്നിരുന്നിട്ട് തന്നെ വളരെ പരിഹസിക്കുവാൻ തുടങ്ങി. Meanwhile, a fellow passenger, young man, who came and sat beside him and started mocking at him. ഈ കാലഘട്ടത്തിലും ഈ പഴഞ്ചൻ ഗ്രന്ഥം നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾക്ക് ലജ്ജയില്ലേ? ഈ ഭൂമിയെ ആര് ഉളവാക്കി എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് തന്നെ പരിഹസിച്ചുകൊണ്ടേയിരുന്നു. Even in this modern season, you are engaged in reading the Bible, which is a primitive book. Are you ashamed of this one? ബൈബിൾ വായിച്ചുകൊണ്ടിരുന്ന ഈ വ്യക്തി ഇറങ്ങേണ്ടതായ സ്റ്റേഷനിൽ ഇറങ്ങാൻ പോകുമ്പോൾ തന്റെ വിസിറ്റിംഗ് കാർഡ് ആ യൗവനക്കാരന്റെ കയ്യിലേക്ക് കൊടുത്തു. The person who went on reading the Bible, as he was about to alight his destination, he had given his visiting card to the young man who mocked at him. താൻ ഇപ്രകാരം പറഞ്ഞു, He said unto him, ഈ വിസിറ്റിംഗ് കാർഡിന്റെ അഡ്രസ്സിലുള്ള വ്യക്തിയെ നിങ്ങൾ സമീപിച്ചാൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊക്കെയും മറുപടി ലഭിക്കും. if you approach the person whose name is written in this visiting card, you can get the answer to all your questions. ഈ യൗവനക്കാരൻ ആ അഡ്രസ്സിൽ ഒരു ദിവസം ചെന്നു ചേർന്നു. One day, this young man reached the destination of that address. അദ്ദേഹം തന്റെ പരീക്ഷണശാലയിലേക്ക് ഈ വ്യക്തിയെ കൂട്ടിക്കൊണ്ടുപോയി. That man invited him to his lab. അവിടെ താൻ കണ്ട കാഴ്ച സൗരയൂഥം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കണ്ടത്. There he noticed that this solar system was made in its form. സൂര്യൻ, ചന്ദ്രൻ, മറ്റ് നവഗ്രഹങ്ങൾ എല്ലാം അവിടെ അതിന്റെ ക്രമമായി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതായ ഒരു കാഴ്ച കാണുവാനിടയായി. The sun, the moon, the stars, the entire solar system had been made there in its proper order. അപ്പോൾ ഈ യൗവനക്കാരൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇതെല്ലാം ആരാണ് ഉണ്ടാക്കിയത്? This young man asked that host, who made all these things? അപ്പോൾ താൻ പറഞ്ഞു, ഇത് ആരും ഉണ്ടാക്കിയതല്ല, ഇങ്ങനെ തന്നെ ഉണ്ടായതാണെന്ന് പറഞ്ഞു. He replied, nobody made it. It came into being. It evolved. അപ്പോൾ അയാൾ തർക്കിക്കുവാൻ തുടങ്ങി. He started making arguments. ഇല്ല, ഇതിന്റെ പിൻപിൽ ഒരാൾ പ്രവർത്തിച്ചിട്ടുണ്ട്. No, there is a creator behind this. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ആ യൗവനക്കാരന് അത് ശരിയായ നിലയിൽ ഗ്രഹിക്കുവാൻ ഇടയായി. That young man was able to get the convincing aspect of the same. 1000-ലധികം കണ്ടുപിടുത്തങ്ങൾ നടത്തിയ The one who made more than 1,000 inventions. സർ തോമസ് ആൽവ എഡിസൺ ആയിരുന്നു അത്. That man was Thomas Alva Edison. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ഇന്ന് ലോകത്തിൽ എത്രയോ പേർ ഇങ്ങനെ തർക്കങ്ങളുമായി നിൽക്കുകയാണ്. Today many people put out many altercations with regard to this. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. എന്നാൽ ദൈവവചനം നമുക്കതിനെല്ലാം മറുപടി നൽകുകയാണ്. However, the word of God extends clear-cut response to all these questions. ദൈവത്തിന് മഹത്വം. Glory be to God. ഇന്ന് നമ്മൾ നിലനിൽക്കുന്നതായ ഈ ലോകത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, when we understand the present world in which we survive, ഈ അഖിലാണ്ടത്തെ ദൈവം ഒരിക്കൽ സൃഷ്ടിച്ചു, പിന്നെ അതിന്റെ സമയമായപ്പോൾ വീണ്ടും അതിനെ പുനഃക്രമീകരിച്ചതായി കാണുവാൻ കഴിയും. Once God created this universe, thereafter during the second decade he has revamped it. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ, when we analyze the book of Genesis chapter 1, ആ ഓരോ ദിവസവും ഓരോ ദിവസത്തെയും സൃഷ്ടികളെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. we read about each day and the creation of every day.
അത് ദൈവം എല്ലാം ഇന്ന് കാണുന്നത് പോലെ അതിന്റെ ക്രമമായ നിലയിൽ ആക്കി തീർത്തതായി കാണുവാൻ കഴിയും. As we see today, God had ordained everything in its adequate order. ഒപ്പം ആറാമത്തെ ദിവസം ദൈവത്തിന്റെ കൈപ്പണിയായി മനുഷ്യനെയും ദൈവം സൃഷ്ടിച്ച് ഈ ഭൂമിയിൽ ആക്കി വെച്ചതായി കാണുവാൻ കഴിയും. Along with it, on the sixth day, God had formed man with his handiwork. He was put in this earth. മനുഷ്യബുദ്ധിക്ക് ഇന്നും ചെന്നെത്തുവാൻ കഴിയാത്ത പ്രപഞ്ച രഹസ്യങ്ങൾ സ്വർഗസ്ഥനായ ദൈവം തന്റെ വാക്കുകൊണ്ട് സൃഷ്ടിച്ചു. The universal secrets which human brain cannot reach today, God has created with his word. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവൻ സകലത്തെയും തന്റെ വാക്കുകൊണ്ട് സൃഷ്ടിച്ചു. No sooner did he say, let it be, then everything came into being. ഇന്ന് നമ്മൾ കാണുന്ന ഈ ലോകത്തെ നമ്മൾ പരിശോധിച്ചാൽ, When we examine the present world, ഈ ഭൂമിക്ക് ഒരു ഭൂമണ്ഡലമുണ്ട്. the earth has got its own surface. നമുക്ക് മുൻപിൽ മുകളിൽ കാണുന്ന ആകാശത്തിന് അതിന്റെ പരിമിതിക്കനുസരിച്ചുള്ള ആകാശമണ്ഡലങ്ങളുണ്ട്. Earth, according to its measure, it has got the surface and the limit. ചന്ദ്രമണ്ഡലമുണ്ട്. You can find the region of the lunar system. സൂര്യമണ്ഡലമുണ്ട്. There's a solar system. നക്ഷത്ര മണ്ഡലങ്ങളുണ്ട്. There are the Milky Ways. അതിനും മുകളിലേക്ക് എത്രയോ മണ്ഡലങ്ങളുണ്ട്. Above all, many regions are there. എന്നാൽ മനുഷ്യൻ ആരാഞ്ഞു നോക്കുകയാണ്. However, man is making investigations. നിങ്ങൾക്കറിയാമല്ലോ, അടുത്ത കാലത്ത് സൂര്യനെ കുറിച്ച് പഠിക്കുവാനും ഒരു പേടകത്തെ അയച്ചിരിക്കുകയാണ്. You know, recently an ark has been sent in order to make investigation about the sun. മനുഷ്യന് വളരെ താല്പര്യം. Man is very much enthusiastic. അത് ആകാശത്തിൽ അങ്ങ് ദൂരെ ഇത് എവിടെ വരെയാണ് എത്തിച്ചേരുന്നത്, അതിന്റെ ഉയരം എവിടെയാണ്, High above, far above, what is the origin? He wants to know the same. മനുഷ്യൻ അതിനായി പണം ചിലവാക്കുന്നു. For the same purpose, man spends money. തലമുറയായി അന്വേഷിക്കുന്നു. Generation after generation, making investigations to this end. എന്നാൽ അതിനൊന്നും ശരിയായ ഒരു മറുപടിയിൽ എത്തിച്ചേരുന്നില്ല. However, they are not able to arrive at a tangible decision. ഒരിക്കൽ നാസയുടെ ഒരു ശാസ്ത്ര സമൂഹം ആകാശമേഘങ്ങളിൽ പറന്നു നടന്ന് സ്വർഗത്തെ അന്വേഷിച്ചു. Once a band of scientists of NASA, they were flying in the sky, made investigations about the solar systems. അതിനുശേഷമായി അവർ കൊടുത്ത മറുപടി അങ്ങനെ ഒരു കാര്യം ഇല്ല എന്നാണ്. Thereafter they gave a response, no such thing is existing there. എന്നാൽ ഒരു ശാസ്ത്രവും അറിയാതെ ദൈവ സ്നേഹത്താൽ നിറഞ്ഞവരായി ദൈവവചന സത്യപ്രകാരം ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന് ആകാശത്തിന്റെ ഉയരം വ്യക്തമായി അറിയാം. However, a child of God who is filled by the love of God, one is enriched by the wisdom of God, without having any scientific knowledge, he knows what is the origin of this universe. അതിനെ വിശുദ്ധ വേദപുസ്തകം സ്വർഗാദി സ്വർഗം എന്ന് പറയുകയാണ്. Holy Bible addresses that high above all heavens. അതെ, സ്വർഗത്തെ തന്നെ മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. We understand heaven has been categorized into three. ഒന്നാം സ്വർഗം, രണ്ടാം സ്വർഗം, മൂന്നാം സ്വർഗം. Namely, the first heaven, the second heaven, and the third heaven. അതിൽ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്നത് മൂന്നാം സ്വർഗം. The highest one is the third heaven. വിശുദ്ധ വേദപുസ്തകം സങ്കീർത്തനം 48:2 പറയുന്നു. In Psalm 48, the second verse, Holy Bible says, മഹാരാജാവിന്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവ്വഭൂമിയുടെയും ആനന്ദവുമാകുന്നു. Mount Zion, that's the joy of the whole earth, perfection, beauty, that is situated at the north, which is the city of the great king. അത് ഓർക്കുമ്പോൾ One may remember this. ആ ദർശനം ലഭിച്ച ദൈവമക്കൾക്ക്, The people of God who received that revelation, ആ അടക്കാനാവാത്ത സന്തോഷമാണ്. they will have uncontrollable joy. ഇപ്പോൾ ഒരു ചെറുപ്പക്കാരന്റെ സാക്ഷ്യം നിങ്ങൾ കേട്ടല്ലോ. Just now you listened to the testimony of a young man. ലോകത്തിൽ എന്തെല്ലാം അതിക്രമങ്ങൾ ചെയ്തുകൂട്ടി, What are the atrocious activities he perpetrated in the world. ഈ ലോകത്തിൽ സമാധാനം അന്വേഷിച്ച് നടന്നു. He went on seeking peace in this world. ഈ ലോകത്തിൽ എന്തൊക്കെയോ ആയിത്തീരാമെന്ന് കരുതി. He had the thought that he could be something in this world. കർത്താവായ യേശുവിനെ കണ്ടെത്തും വരെയും തന്റെ പ്രവർത്തനങ്ങളെല്ലാം വിഫലമായി പോയി. Till the moment he had the visitation of Lord Jesus Christ, all his words proved to be fruitless.
യേശു ക്രിസ്തുവിന്റെ സ്നേഹം തന്നെ സന്ദർശിച്ചപ്പോൾ ഗുണ്ട അരുൺ ഇന്ന് ഒരു ദൈവവൈതലായ അരുണായി മാറി. When the love of Lord Jesus Christ visited this Gunda Arun, he has become a loving child of God today. ലോകത്തിൽ ദൈവം ഇല്ല എന്ന് പറയുന്ന മനുഷ്യനെ, The man who says that there's no God in the world, ഏത് ചട്ടമ്പിയെയും any kind of hooligan, ഏത് ഗുണ്ട തലവനെയും, any kind of head of the third, അത് ഏത് കുലപാതകനെയും, any kind of murderer, ഏത് നികൃഷ്ട പാപം ചെയ്യുന്ന വ്യക്തിയെയും, any person who commits most heinous sins, അത് നിങ്ങളുടെ പാപം രക്താംബരം പോലെ കടിഞ്ചുവപ്പായിരുന്നാലും, even though your sin is as red as scarlet, അതിനെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ you know, to make it as white as snow, നസ്രനായ യേശുവിന്റെ രക്തത്തിന് അധികാരമുണ്ട്. the Lord Jesus Christ is powerful. ആ ദൈവ സ്നേഹം മനുഷ്യ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുകയാണ്. The love of God is translating human lives. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. അതെ, ഇന്നത്തെ ലോകത്തിൽ മനുഷ്യൻ അശ്രാന്ത പരിശ്രമം ചെയ്യുകയാണ്. വാനഗോളങ്ങൾക്ക് മീതെ എങ്ങനെ കടന്നുപോകാൻ കഴിയും? അതിന്റെ ഉയരം എവിടെയാണ്? In the present world, man is endeavoring, laboring, searching to find out how to reach that highest above place in heaven. വാസ്തവമായി ദൈവ സ്നേഹം അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് ആത്മീയ വിഷയമായി അതേ സ്വർഗത്തിലായിരിക്കുകയാണ്. The people of God who have been spiritually enjoying the love of God in the spiritual angle are in that highest point. ആ സ്വർഗീയ അനുഭവം ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് സന്തോഷിക്കുന്ന ദൈവമക്കൾക്ക് കരങ്ങളെ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്തൊരു ഹല്ലേലൂയ പറയാം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. അതെ, നാം ഇന്ന് ആത്മീയ വിഷയമായി ആ സ്വർഗത്തിൽ വസിക്കുകയാണ്. Spiritually speaking, today we are dwelling in that heaven. എന്നാൽ ഇന്നത്തെ ഈ ലോകത്തിൽ പാപ പങ്കിലമായ ഈ ലോകത്തിൽ, However, this world that is crammed with sin, വഷളത്വവും തിന്മയും അതിന്റെ അത്യുച്ച കോടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. abominations and iniquity, they are reaching their own climax. ചെറിയ കുഞ്ഞുങ്ങൾ തുടങ്ങി Starting small children, മുഴുവൻ ലോകവും entire world, എല്ലാ വഷളത്വത്തിനും അടിമകളായി തീർന്നുപോയി. everything is enslaved to abominations. ഇതിന് പ്രിയരെ ഒരു കാരണമുണ്ട്. Beloved people of God, there's a reason behind this. ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ At the introduction I outlined, കാലാതീതമായ കാലത്തിന് ഒരു അവസാനമുണ്ടായി. it is a primitive time had got an end. എന്നാൽ ഇന്നത്തെ ഈ കാലത്തിനും ഈ ലോകത്തിനും ഒരു അവസാനം വരാൻ പോകുകയാണ്. Accordingly, the present season, the present world is also going to meet an end. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ മനുഷ്യ ശരീരത്തിൽ ലോകത്തിൽ സഞ്ചരിക്കുമ്പോൾ അവയെക്കുറിച്ച് വളരെ വ്യക്തമായി വെളിപ്പെടുത്തി തന്നു. While the Lord Jesus Christ was traveling on this face of earth in the physical body, he had given detailed interpretation about the same. ഈ അന്ത്യകാലത്ത് അനേക സംഭവങ്ങൾ ഉണ്ടാകും. During these last days, many events shall take place. അതിലൊരു പ്രത്യേക വിഷയമാണ് മുഴുവൻ മാനവജാതിയും ലോത്തിന്റെ കാലം പോലെയും നോഹയുടെ കാലം പോലെയും ആയിത്തീരും എന്നുള്ളത്. Among other things, one striking event is that mankind shall be like unto people like the days of Lot and Noah. മുഴുവൻ ലോകവും ദൈവത്തിന്റെ ന്യായവിധിയായ ജലപ്രളയം ഉണ്ടായി എന്നുള്ളത് വസ്തുനിഷ്ഠമായി വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. For the entire human race, there was a judgment of God which came in the form of the floods, which is taught by the Holy Bible. അത് ഒരൊറ്റ വ്യക്തിക്കും നിരാകരിക്കുവാൻ കഴിയുന്ന സത്യമല്ല. No human soul can deny this truth. മുഴുവൻ ലോകവും വെള്ളത്താൽ മുങ്ങി നശിച്ചുപോയി. Entire universe, entire mankind was marooned in water and decayed. വിശുദ്ധ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അത് നമ്മെ പഠിപ്പിക്കുകയാണ്. The book of the Bible, book of Genesis chapter 6 speaks about the same. മനുഷ്യൻ തന്റെ വഴി വഷളാക്കി. Man corrupted his way. മനുഷ്യന്റെ പാപം വർദ്ധിച്ചു. Man's sins multiplied. അത് നിമിത്തമായി ദൈവം മനുഷ്യനെ ഉണ്ടാക്കുകയാൽ ദുഃഖിച്ചു. Consequently, God repented for having made this man. മൂക്കിൽ ശ്വാസമുള്ള സകലത്തെയും ഞാൻ നശിപ്പിക്കുമെന്ന് തന്റെ കോപത്തിൽ നമ്മുടെ ദൈവം സത്യം ചെയ്തു. God is sworn in his wrath
I will destroy everything that has got breath in the nostrils. ഈ കാര്യം ദൈവം വെളിപ്പെടുത്തി കൊടുത്തത് ആ തലമുറയിൽ നിഷ്കളങ്കനും നീതിമാനുമായി ജീവിച്ച മനുഷ്യനായ നോഹയ്ക്കും മാത്രമാണ്. In that generation there was a Noah who was just and righteous in the presence of God. God revealed this truth unto that man. അതുകൊണ്ട് നോഹ ദൈവത്തിൽ നിന്ന് ലഭിച്ച കൽപ്പന പ്രകാരം പെട്ടകമുണ്ടാക്കി അവനും അവന്റെ കുടുംബവും മാത്രം മനുഷ്യവംശത്തിൽ നിന്ന് ആ ന്യായവിധിയിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. Therefore, according to the direction God has given to him, he made an ark. Noah and all the members of the family alone got spared from that great judgment of flood. മനുഷ്യനിൽ തിന്മ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. Evil is multiplying today. അതേപോലെ ഇന്നും ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. As then, so is it taking place today to mankind. വലിയ കൂട്ടം ജനങ്ങൾ സത്യ ദൈവത്തെ എതിർത്ത് നിൽക്കുകയാണ്. Land share the people resist against the truth of God. ദൈവ ഭയം മനുഷ്യനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. Fear of God has gone away from human conscience. മനുഷ്യ ജീവിതത്തിന്റെ സകല മൂല്യങ്ങളും തകർന്നു ഉടഞ്ഞ ഒരു കാലയളവിലാണ് പ്രിയരെ നാം ജീവിക്കുന്നത്. Beloved ones, we are surviving in dispensation. It is conspicuous. All the human values got demoralized and disillusioned. മനുഷ്യന് സമാധാനം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. Man has lost his peace. അതിന്റെ കാരണം എന്താണ്? What is the basic reason? അത് ഇന്ന് ലോകത്തിൽ കാണുന്ന മീഡിയകളുടെ അതിപ്രസരണം നിമിത്തമായി വലിയ ഒരു പങ്ക് നിത്യനാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. Because of the onslaught of the present media, a large portion of the population is moving into damnation. ലോകം വലിയ പുരോഗതിയിലേക്ക് കുതിച്ചു ചാടി എന്നാണ് പറയുന്നത്. People claim world has leaped into great perfection and progress. അത് ഒരളവിൽ സത്യം തന്നെയാണ്. To some extent that is acceptable. എന്നാൽ മറുവശം നോക്കുമ്പോൾ However, when we examine the counter side, ധാർമ്മിക മൂല്യങ്ങൾക്ക് ഒരു വിലയുമില്ലാത്ത ഇതുപോലെ ഒരു കാലം ഒരിക്കലും ഉണ്ടായിട്ടില്ല. it is quite unprecedented upper season where human values are totally degenerated. ഇന്ന് ലോകത്തിൽ അക്രമങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. Today atrocities are mounting up in the world. മദ്യപാനം, മയക്കുമരുന്ന് ഇവയെല്ലാം അധികമായി പെരുകിക്കൊണ്ടിരിക്കുകയാണ്. Drunkenness, drug abuse, everything is swelling up. പാപത്തിന്റെ ഫലമായി രോഗത്തിന്റെ വലിയ ശക്തികൾ ഇന്ന് ലോകത്തിൽ കോടിക്കണക്കിന് ജനങ്ങളെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. Consequent to the commission of the act of sin, many people are plunged into the formidable sicknesses. Therefore they are in the agony. അതിവേഗത്തിൽ മാരക രോഗങ്ങൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. Very nigh formidable sicknesses are making onslaught upon man. ഇന്ന് ലോകം നോഹയുടെ കാലം പോലെ മാറിക്കൊണ്ടിരിക്കുന്നു. Today's world is likened to the days of Noah. മറുവശം നോക്കുമ്പോൾ ലോത്തിന്റെ കാലം പോലെ. On the counter side, it is likened to the days of Lot. എസെക്കിയേൽ പ്രവചനം 16 അധ്യായത്തിന്റെ 49 വാക്യം വായിക്കുമ്പോൾ When we come to Ezekiel chapter 16 verse 49, നിന്റെ സഹോദരിയായ സൊദോമിന്റെ അകൃത്യമോ ഗർവവും തീൻപുളപ്പും നിർഭയ സ്വൈര്യവും അവൾക്കും അവളുടെ പുത്രിമാർക്കും ഉണ്ടായിരുന്നു. അടുത്തത്, എളിയവനെയും ദരിദ്രനെയും അവൾ സഹായിച്ചതുമില്ല. ഗർവവും തീൻപുളപ്പും നിർഭയ സ്വൈര്യതയും. haughty spirit, overness of food, and the fearless of God. എളിയവരെ ആദരിക്കാത്ത ഒരു തലമുറ. Your generation not esteeming the poor. ഇത് വളരെ സത്യമായി നമ്മുടെ ഈ ജീവകാലയളവിൽ നിറവേറുന്നില്ലേ? Practically speaking, isn't it taking place in our current days? അഹങ്കാരമുള്ള ഒരു വലിയ തലമുറയെ നമുക്ക് കാണുവാൻ കഴിയും. We come across a generation that is conspicuous of pride. സ്വന്തം മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതായി കാണുന്നില്ല. We don't see the parents are respected by them. അതെ, അധ്യാപകർ ഗുരുക്കന്മാരെ ബഹുമാനിക്കുന്നത് കാണുന്നില്ല. Teachers and masters are not at all esteemed by these people. തങ്ങളെക്കാൾ മുതിർന്നവർക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കുന്നില്ല. The honor to be offered to the elders, seniors is not at all paid. ആരാധ്യരായി കാണേണ്ട ദൈവിക പുരുഷന്മാരെ പരിഹസിക്കുന്ന ഒരു തലമുറ. Representatives of God who must be worshipped, there's a generation that is scoffing at them. ഇങ്ങനെ ചരടറ്റുപോയ ഒരു പട്ടം പോലെ ഈ തലമുറ കൈവിട്ടു പോയിരിക്കുകയാണ്. Just like a kite whose rope is cut off, the present nation has lost every control. എന്നെ കേൾക്കുന്ന പ്രിയരെ,
beloved ones listening to me, ഇന്നത്തെ തലമുറയുടെ അവസ്ഥ വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത് സത്യമല്ലേ? in the Holy Bible, the state of the present generation is written, isn't it true? ഈ യാഥാർത്ഥ്യത്തെ നിങ്ങൾക്ക് നിരാകരിക്കുവാൻ കഴിയുമോ? Can you deny this truth? അതെ, വിശുദ്ധ പൗലോസ് ശുദ്ധ തീമോഥെയോസിന് എഴുതിയ ലേഖനത്തിൽ നാം വായിക്കുമ്പോൾ Saint Paul writes Epistle to Timothy. In that epistle we understand, ഒന്നാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ 1 Timothy chapter 3 verse 1 onwards, ഇന്ന് ഈ തലമുറയിൽ നടമാടുന്ന സകല അനീതിയെയും പാപ സ്വഭാവങ്ങളെയും ചില വചനങ്ങളിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. the Holy Spirit of God has recorded in the Word of God all the sinful and heinous activities which is looping up in the present generation. അത് നിങ്ങൾ ബൈബിളിൽ നിന്ന് വായിച്ച് പഠിച്ചുകൊള്ളുവീൻ. Read yourselves from the scripture. അത് ഈ ലോകത്തിന് ഒരു ആരംഭമുണ്ടായി. This world has got a beginning, എന്നാൽ ഇതൊരു അന്ത്യകാലത്തേക്ക് വന്നിരിക്കുകയാണ്. however that is reached unto an end. ഒരു കാര്യത്തിന്റെ ആരംഭം, അതിന്റെ അവസാനം. The beginning of a thing and the end of a thing. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിയാം. During the last days there shall be perilous days. മനുഷ്യർ സ്വസ്നേഹികളും വമ്പ് പറയുന്നവരും ദൂഷകന്മാരും അജിതേന്ദ്രന്മാരും ഉഗ്രന്മാരും സൽഗുണദേശികളും ദൈവപ്രിയമില്ലാത്തവരും ഭോഗപ്രിയരുമായി ഭക്തിയുടെ വേഷം ധരിച്ചതിന്റെ ശക്തിയെ ത്യജിച്ചു കളയും. Man shall be lovers of their own, truce breakers, inordinate, with an affection, covetous, fornicators, idolaters. They'll put on the form of godliness and deny the power thereof. ഇത് ഇന്ന് ലോകത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഭയങ്കരമായ അനീതിയും പാപവും ദുഷ്ടതയുമാണ്. All these things are the wretched, miserable, sorrowful, unrighteousness, iniquity, evils which take place in the present world. ഈ മനുഷ്യവംശം എന്തുകൊണ്ട് ഈ നിലയിലായിപ്പോയി? Why is the human society degenerated so? അതിനൊരു കാരണമുണ്ട്. There's a basic reason. അതിമനോഹരമായ ഒരു ഭൂമിയെ ദൈവം പുനഃക്രമീകരിച്ചു. God revamps a spectacular, sublime world. ജീവവൃക്ഷത്തിന്റെ ഫലമുള്ള ഒരു ഏദെനിലെ തോട്ടം. There is a Garden of Eden where the tree of life of fruit was there. അവിടെ ഉള്ള ഫലം ഭക്ഷിക്കുന്തോറും ജീവനും ആയുസ്സും വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. As long as the person was tasting the fruit, his health, his body, his strength, life was getting expanded. വളരെ സന്തോഷകരമായ കാലാവസ്ഥ. Atmosphere climate was really peaceful. അവിടെ സകല ജീവജാലങ്ങളും മനുഷ്യനുമായി ഇണങ്ങി ഒന്നായി ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. There was a flexible harmony among all the living species and man. നമ്മുടെ ചിന്താമണ്ഡലത്തിൽ ഇന്ന് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത നിലയിൽ അതിമനോഹരമായ ഒരു ജീവിതമായിരുന്നു ഏദെനിൽ മനുഷ്യനുണ്ടായിരുന്നത്. Man had a life in the Garden of Eden which is so sublime, so pleasant, which cannot be comprehended in the present brain. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ As I already mentioned, വീണുപോയ ദൂതഗണങ്ങൾ, the companies of angels which have fallen, അവർ വീഴ്ത്തപ്പെട്ടതിന്റെ ഫലമായി as they are fallen, മനുഷ്യനെയും തള്ളിക്കളയേണ്ടതിനായിട്ട് തന്ത്രപൂർവമായി പ്രവർത്തിച്ചതായി കാണുവാൻ കഴിയും. with all certainty they attempted to beguile and debunk man. അവിടെയും ചില ചോദ്യങ്ങൾ ചിലർ ഉന്നയിക്കാറുണ്ട്. There are also some people pose certain questions. അതെ, ദൈവത്തിന് അറിഞ്ഞുകൂടായോ? Didn't God know this? ഇങ്ങനെ ഒരു പ്രമാണം കൊടുത്താൽ If such a law is given, മനുഷ്യൻ നശിച്ചു പോകുമെന്ന്, people will be damned, പിശാച് അവനെ വഞ്ചിക്കുമെന്ന് the devil will deceive him. ഒരു കാലത്ത് ഞാനും ഇതിനെക്കുറിച്ച് വളരെ തലപുകഞ്ഞ് ആലോചിച്ചിട്ടുണ്ട്. The time passed, I was also thoughted and over it. ദൈവത്തിന് അവരെ വിടുവിക്കുവാൻ കഴിഞ്ഞില്ലല്ലോ. God couldn't save them. അതിന്റെ ശാപമാണല്ലോ ഇന്ന് നാം എല്ലാം അനുഭവിക്കുന്നത് The consequent curse that we have been enjoying today. എന്നൊക്കെ നമ്മളും ചിന്തിച്ചു പോകും. Thus we used to also think about. ഞാൻ ഇപ്പോൾ ഒരു സംഭവം ഇങ്ങനെ ഓർക്കുകയാണ്. And even to come to my memory, ഒരിക്കൽ അമേരിക്കയിൽ നിന്ന് ഒരു സായിപ്പ് ബോംബെ വന്നു പോലും. was an Englishman from the US came to Mumbai. എനിക്ക് ആ സായിപ്പിനെ അറിഞ്ഞുകൂടാ, അദ്ദേഹത്തോട് അടുത്തിയെന്ന ആളിനെ എനിക്ക് അറിഞ്ഞുകൂടാ. I did not know him, not the person who approached him. അപ്പൊ അയാൾ പറഞ്ഞു, സായിപ്പേ, ഈ കഷ്ടം മൊത്തം ആദാമ് വരുത്തി വെച്ച വിനയാണെന്ന്. This man asked Englishman, "Your gentleman, all these sufferings resulted because of Adam."
അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, നീ എന്റെ കൂടെ പോരെ, നിനക്ക് സുഖമായ ഒരു ജീവിതം ഞാൻ തരാമെന്ന് പറഞ്ഞു. That man replied, simply follow me, I'll offer you a pleasant life. എല്ലാം സമൃദ്ധിയായി കൊടുത്ത് സ്വസ്ഥമായ ഒരു ജീവിതം. Everything was given in abundance, a life of contentment. ഇങ്ങനെ വളരെ സന്തോഷമായി ദിവസങ്ങൾ കടന്നു പോവുകയാണ്. Gleefully, joyfully, he was spending the days in the presence of God. ഒരു ദിവസം സായിപ്പ് പറഞ്ഞു, ഞാൻ പുറത്തൊരു സ്ഥലം വരെ പോവുകയാണ്, ഞാൻ എന്റെ റൂമിൽ ഒരു കൊട്ടയെ അടച്ചു വെച്ചിട്ടുണ്ട്, നീ അത് മാത്രം തുറക്കരുത്, ബാക്കിയെല്ലാം നിനക്ക് ഇവിടെ സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞു. One day the Englishman said to him, I'm going out, you can enjoy anything, you got total freedom, but there's a basket that is kept upside down, you should not open it. ഈ സായിപ്പ് പോയ സമയം മുതലേ, Since the time that Englishman vacated the house, ഈ മനുഷ്യന്റെ ഉള്ളിൽ ഒരേ ചിന്ത. there is a great thought in the heart of this man. നല്ല ഭക്ഷണമുണ്ട്, There is a delicious food, സുഖകരമായ ജീവിതമുണ്ട്, there is a pleasant atmosphere. ഇതൊന്നും പോരാ. He is not satisfied with. ആ കൊട്ടയ്ക്ക് കീഴിൽ എന്താണ് ഇരിക്കുന്നതെന്ന് ഒന്ന് കാണണം. Under that basket, what is there? That is his anxiety. ഇവൻ ആദ്യം കൊട്ടയുടെ അടുത്ത് ചെല്ലും. He will approach the basket. സായിപ്പ് പറഞ്ഞ അനുസരണക്കേട് കാണിക്കണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു പോകും. Now the Englishman directed, do not disobey. He will come back. പിന്നെ ഒരേ പോരാട്ടം. Repeatedly, there's a great battle within. എന്തായാലും മൊത്തം കൊട്ടയും പൊക്കണ്ടെന്ന് പറഞ്ഞു പതുക്കെ ഒന്ന് പൊക്കി നോക്കി. Anyhow, he simply just opened one side of the basket. അതിനകത്തൊരു ചുണ്ടലി ഉണ്ടായിരുന്നു, അത് ഓടി അങ്ങ് പോയി. There was a mouse within that escaped therefrom. സായിപ്പ് വന്നപ്പോൾ Once the Englishman returned, ആദ്യം പോയി നോക്കി. first he went there and noticed ഈ സഹോദരൻ അത് വിഷണ്ണനായി നിരാശനായി നിൽക്കുകയാണ്. this brother is frustrated, sorrow stricken. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇപ്പൊ ആരുടെ കുറ്റമാണെന്ന് ചോദിച്ചു. He asked him, now whose guilt is it? ഇന്ന് മുതൽ ഈ പടിക്ക് പുറത്തിറങ്ങി പൊയ്ക്കോളാൻ പറഞ്ഞു. From today onwards, come on, quit this house. എന്തോ മനസ്സിലായി? What could you understand? പലരും പല തർക്കങ്ങളുമായിട്ട് നടക്കുകയാണ്. People come out with their excuses and arguments. സകല ജീവജാലങ്ങളെയും ദൈവം സൃഷ്ടിച്ചപ്പോൾ, When God created all the living species, ഒരു സ്വതന്ത്രമായ ചിത്തമുള്ളത് ഈ മനുഷ്യന് മാത്രമാണ്. this man alone has got the independent spirit. അവന് നന്മ വേണേ നന്മ തിരഞ്ഞെടുക്കാം, He can choose if it is good. തിന്മ വേണേ തിന്മ He തിരഞ്ഞെടുക്കാം. can choose if it is evil. ദൈവത്തെ സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാം. He can accept God if he wants. ദൈവത്തെ തള്ളി പറയണേ തള്ളി പറയാം. He can deny if he desires. ഇത് എന്ത് വേണേലും മനുഷ്യന്റെ ഇഷ്ടം പോലെ ജീവിക്കാം. According to the fantasy of man, he can go after his way. അതുകൊണ്ടാണ് ഇതേ സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, That's why in the same book of Ecclesiastes again we read, അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ 11-ാമത്തെ അധ്യായം 9-ാം വാക്യം വായിക്കുമ്പോൾ, chapter 11 verse number 9, യൗവനക്കാരാ നിന്റെ യൗവനത്തിൽ സന്തോഷിക്കുക. O young man, rejoice in your young days. നിന്റെ യൗവനകാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ. Let your heart cheer thee in the days of the youth. നിനക്ക് ഇഷ്ടമുള്ള വഴികളിൽ നിനക്ക് ബോധിച്ചവണ്ണം നടന്നുകൊള്ളുക. Walk in the ways of the heart and the sight in the eyes. ഇതിനൊന്നും ദൈവം കയറി കൈകാര്യം ചെയ്യാൻ വരുന്നില്ല. God is not going to give any restriction. ഇഷ്ടം പോലെ ജീവിക്കാം. According to free will, you can lead your life. എന്നാൽ തുടർന്ന് വായിക്കുമ്പോൾ Thereafter we read, ഇതൊക്കെ നിമിത്തം ഒരു ന്യായവിധി ഉണ്ടെന്ന് മറന്നു പോകരുത്. in all these things, keep in mind, there is a judgment. മനുഷ്യനിൽ പാപം പ്രവേശിച്ചപ്പോൾ Once sin entered man, അവനുണ്ടായിരുന്ന സകല സ്വർഗീയ നന്മകളും നഷ്ടപ്പെട്ടു പോയി. all the heavenly blessings that he had, alas, he came short of. അവൻ മരണം ഇല്ലാത്തവനായിരുന്നു. He was devoid of death. മനുഷ്യരിലേക്ക് ദ്രവത്വം മരണം പ്രവേശിച്ചു. Corruption, mortality crept into man. മനുഷ്യന്റെ വസ്ത്രം തേജസ്സായിരുന്നു. Man was clad on the glory of God. സകലത്തിന്മേലും അവൻ അധികാരമുണ്ടായിരുന്നു. He had authority over everything. ഇങ്ങനെ ഒട്ടനവധി അനുഗ്രഹങ്ങൾ മനുഷ്യന് ദൈവം നൽകിയാണ് ഏദൻ തോട്ടത്തിൽ പാർപ്പിച്ചിരുന്നത്. God had bestowed upon man innumerable blessings. He was appointed in the Garden of Eden. മനുഷ്യനും ദൈവവുമായി ഒരു വലിയ അടുപ്പമുണ്ടായിരുന്നു. There was a great intimacy between God and man. ദൈവത്തിനും മനുഷ്യനുമായി ഒരു നല്ല കൂട്ടായ്മയുടെ ബന്ധമുണ്ടായിരുന്നു. There was a deeper fellowship between God and man. ഇപ്പോൾ എന്ത് സംഭവിച്ചു? Alas, now what has happened? റോമാലേഖനം 5-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ, Epistle to Romans chapter 5 the 12th verse. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. Wherefore by one man sin, by sin death entered man. ഇത് സകല
മനുഷ്യരിലും പരന്നിരിക്കുകയാണ്. This is spread in the whole human beings. ഈ ലോകത്തിൽ ഒരൊറ്റ മനുഷ്യനും ഇതിൽ നിന്ന് വിടുതലില്ല. No human being under the sun can find deliverance from this. ശാസ്ത്രം എത്രയോ പുരോഗതി പ്രാപിച്ചിരിക്കുകയാണ്. Science has reached its pinnacle. എന്നാൽ മരണത്തിൽ നിന്നൊരു വിടുതൽ എങ്ങനെ ലഭിക്കുമെന്ന് ആലോചിക്കുന്നുണ്ട്, സാധിക്കുന്നില്ല. They make investigations as to find how can we find deliverance from death. Alas, the result is futile. രോഗങ്ങളുടെ എണ്ണം പെരുകുന്നു, The sicknesses multiply. ആശുപത്രികളുടെ എണ്ണം പെരുകുന്നു. Number of hospitals multiplies. മനുഷ്യന് മരണം കീഴടക്കിക്കൊണ്ടേയിരിക്കുന്നു. Death keeps on conquering man. എങ്ങനെ മരണത്തിൽ നിന്ന് രക്ഷപ്രാപിക്കാമെന്ന് മനുഷ്യർ ആലോചിക്കുകയാണ്. Man is making all attempts to find deliverance from the clutches of death. അതേ പാപത്തിന്റെ ഫലമായ മരണത്തെ ലോകത്തിൽ നിന്ന് നീക്കിക്കളയുവാൻ ഈ ലോകത്തിലെ ഒരു ജ്ഞാനികൾക്ക് സാധ്യമല്ല. No wise man under the sun is able to abolish, destroy death. That is a consequence of sin. ഈ ലോകത്തിലുള്ള ഏതെങ്കിലും ഒരു പുണ്യ പുരുഷന് അത് സാധ്യമല്ല. Any philanthropist cannot effect this in human life. നീതി ദാനങ്ങൾക്കോ മറ്റ് സൽപ്രവൃത്തികൾക്കോ അത് കഴിയയില്ല. Charitable righteous deeds cannot bring this into fruition. ഏത് പുണ്യ സ്ഥലം സന്ദർശിച്ചാലും മനുഷ്യന്റെ പ്രശ്നമായ പാപത്തിൽ നിന്നും പാപത്തിന്റെ ഫലമായ രോഗത്തിൽ നിന്നും വിടുതൽ അവന് ലഭ്യമേ അല്ല. Even though man visits any pilgrim's center, he cannot find solution, forgiveness from sin and the consequent sickness of the same. ഇവയെ അന്വേഷിച്ചുകൊണ്ട് മനുഷ്യരാശിന്ന് ഉഴന്നലയുകയാണ്. Seeking the same, human life is totally confounded and wandering about. എന്നാൽ പ്രിയരെ, ഇതിൽ നിന്ന് വിടുതൽ നൽകുവാൻ അധികാരമുള്ള ഒരുവനെ ഞങ്ങൾ നിങ്ങളോട് പരിചയപ്പെടുത്തുകയാണ്. Come on, beloved people of God, there is one who is powerful enough to deliver you. I would like to introduce him to you. അതെ, അവൻ ആരെന്നറിയാമോ? You know who he is. അവനാണ് സകല സൃഷ്ടിക്കും ആദ്യജാതൻ. He is the firstborn of the whole the creation. സകലത്തിനും മുമ്പേ ഉള്ളവൻ. He is the one former of everything. സകല അധികാരവും കൈവശമുള്ളവൻ. The one who possesses all authority. അവൻ പിതാവിന്റെ സന്നിധിയിലായിരുന്നു. He was in the presence of the Father. ഇതാ മനുഷ്യവംശം ഇതുപോലെ നശിച്ച് നിത്യമായ ന്യായവിധിയിലേക്ക് പോയി കഴിയുന്നു എന്ന് കണ്ടപ്പോൾ, Behold, or notice that humankind commits a sin, going into everlasting damnation. ഈ മനുഷ്യനെ കുറിച്ചുള്ള പിതാവായ ദൈവത്തിന്റെ സ്നേഹം നിമിത്തമായി Going into the matchless love of the eternal Father about this man, മനുഷ്യൻ നശിച്ചു പോകാതിരിക്കേണ്ടതിന്, in order that man may not be destroyed altogether, അവന് നിത്യജീവൻ നൽകണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. God wanted to give everlasting life to man. അങ്ങനെ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ സാധിക്കുന്നത് എങ്ങനെയെന്ന് സ്വർഗീയ സദസ്സിൽ ഒരു ചോദ്യമുണ്ടായി. In the heavenly council, there was a question posed as to in which fashion this man can be redeemed. ദൈവം ഏകനത്രേ, God is one. എന്നാൽ ദൈവത്തിന്റെ തൃത്വമോ? However, the Trinity of God, അവൻ പിതാവായ ദൈവം, He is the Father God, അവൻ പുത്രനായ ദൈവം, God the Son, അവൻ പരിശുദ്ധാത്മാവായ ദൈവം. and God the Holy Spirit. ഇതാ പുത്രൻ പിതാവിനോട് പറയുകയാണ്. Behold, the Son says to the Father. അതേ പിതാവിന്റെ ചോദ്യത്തിന് അവൻ മറുപടി, He extends answer to the question posed by the ആരെ Father. ഞാൻ അയക്കും, ആരെനിക്കായി പോകും? Who shall go for me? Who shall I send? ഇതാ പുത്രൻ പറയുന്നു. The Son gives a response. ഇതാ ഞാൻ വരുന്നു. Lo, I come. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. Behold, Father, I come to do thy will. ഹനനയാഗങ്ങളും വഴിപാടുകളും നീ ഇച്ഛിച്ചില്ല. You are not delighted in sacrifices and offerings. പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. In the volumes of book it is written about me. ഇതാ ഞാൻ വരുന്നു. Behold, I come. ആരാണവൻ? Who is he? അവനാണ് മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പുകാരൻ. He is a redeemer of mankind. അവനാണ് മനുഷ്യവർഗത്തിന്റെ രക്ഷകൻ. He is a savior of mankind. അവനത്രേ പാപങ്ങളെ മോചിക്കുവാൻ അധികാരമുള്ളവൻ. He is the one who is able to forgive the sins of man. അവൻ മനുഷ്യരൂപത്തിൽ In the human form, ലോകത്തിലേക്ക് വെളിപ്പെടുകയാണ്. he came to the world. എന്തിനാണ് അവൻ വെളിപ്പെട്ടത്? What for did he appear? അത് നിത്യജീവൻ നൽകേണ്ടതിന്. To supply everlasting life. റോമാലേഖനം 5:17 വായിക്കുമ്പോൾ, Visit Romans chapter 5 verse number 17. ഏകന്റെ അനുസരണത്താൽ
by the obedience of one, അനേകർ നീതിമാന്മാരായി തീരും. many have become righteous. ഏകന്റെ ലംഘനത്താൽ അനേകർ പാപികളായതുപോലെ By the transgression of one person, many have become sinners. ഏകന്റെ അനുസരണത്താൽ Accordingly, by the obedience of സകല one, മനുഷ്യരെ നീതിമാന്മാരാക്കി നിത്യജീവനെ നൽകേണ്ടതിന് but to make all people righteous and give life everlasting to them. ദൈവപുത്രനായ ക്രിസ്തു യേശുദാ പിതാവിന്റെ മുൻപിൽ തന്നെ സമർപ്പിക്കുകയാണ്. Son of the Heavenly Father, Lord Jesus Christ, surrenders himself altogether before God. ആ വിശുദ്ധ ആ സമർപ്പണത്തെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുമ്പോൾ In the Holy Bible, about the consecration, it is referred to. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ അവൻ ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാട് എന്ന് കാണുകയാണ്. Book of Revelation, chapter 3, verse number 8, it is recorded, the lamb that is slain from the foundation of the world. ഈ രക്ഷകനെ കുറിച്ചുള്ള നിഴലും പൊരുളുമായ സത്യം വിശുദ്ധ വേദപുസ്തകത്തിന്റെ 1-ാമത്തെ പുസ്തകം മുതൽ 66-ാമത്തെ പുസ്തകം വരെയും കാണുവാൻ കഴിയും. Starting from the first book of the Old Genesis to the last book, that is 66th book of Revelation, the shadow and the truth about the Son of God, the Savior, has been referred to. യേശുവിനെ കുഞ്ഞാടെന്ന് വിളിച്ചിരിക്കുകയാണ്. Lord Jesus Christ is addressed the Lamb പിതാവിന്റെ മുമ്പിൽ before Father. തന്റെ ദൈവികമായ സകല അധികാരത്തെയും സമർപ്പിച്ചു. He surrenders all his divine authority. ഇതാ ഞാനൊരു മനുഷ്യനായി വരുന്നു. Behold, I come as a mortal being. നാശത്തിന് അടിമയായ മനുഷ്യനെ രക്ഷിക്കുവാൻ In order to save the man who was enslaved to damnation. വേറൊരു മാർഗമില്ല. There's no other way. ഭൂമിയിൽ പല മാർഗങ്ങൾ കടന്നുപോയി. Many ways passed on the earth. ഒരു മനസാക്ഷിയുടെ കാലം കടന്നുപോയി. There was a season of conscience passed by. ഒരു ന്യായപ്രമാണത്തിന്റെ കാലം കടന്നുപോയി. There is a dispensation of the law that passed away. അനേക രാജാക്കന്മാർ എഴുന്നേറ്റു. Many kings came into form. അനേക ന്യായാധിപന്മാർ എഴുന്നേറ്റു. Many judges came into form. അനേക പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചു. Many prophets came into form. പ്രശ്നത്തിന് പരിഹാരമില്ല. No answer to the problem. എന്നാൽ പാപത്തിന് പരിഹാരം നസ്രനായ യേശുവിൽ കൂടെ മാത്രമാണ്. Only through Lord Jesus Christ there is remedy, answer to the sins of man. എന്തെന്നാൽ അവന് മാത്രമാണ് നമുക്ക് മറുവില നൽകുവാൻ കഴിഞ്ഞിട്ടുള്ളത്. Because he alone was able to pay ransom for us. ആ കുഞ്ഞാട് ലോകത്തിൽ വന്ന് മനുഷ്യനെ വീണ്ടെടുക്കേണ്ടതിന് തന്റെ അവസാനത്തെ തുള്ളി രക്തം വരെയും മറുവിലയായി ഊറ്റിക്കൊടുത്തു. That lamb came to the world in order to save man from the clutches of sin, shed and trickled even his last drop of innocent blood. കാലാവസാനം വന്നപ്പോൾ At the fullness of the time, ഈ ലോകത്തിന്റെ അവസാനം വരുമ്പോൾ once the end of the world comes, ഇതാ ദൈവപുത്രൻ ലോകത്തിലേക്ക് സ്ത്രീയുടെ സന്തതിയായി വെളിപ്പെട്ടു. behold, the Son of Man as a seed of the woman comes to this world. ഗലാത്യലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ As we turn to Galatians chapter 4, the 4th verse, കാലസമ്പൂർണത വന്നപ്പോൾ as the fullness of the time, സ്ത്രീയുടെ സന്തതിയായി as a seed of woman, ന്യായപ്രമാണത്തിന് നീക്കം വരുത്തേണ്ടതിന് to cancel the law. ഇതാ ദൈവപുത്രനായ ക്രിസ്തു ലോകത്തിൽ വെളിപ്പെടുകയാണ്. Behold, Lord Jesus Christ, the Son of Man, manifested in this world. ഇത് ദൈവവചനത്തിന്റെ നിവർത്തിയാണ്. This is a fulfillment of the word of God. നമ്മുടെ കർത്താവായ യേശു ലോകത്തിൽ ജനിക്കും മുൻപേ Before the birth of Lord Jesus Christ upon this planet of earth, അവന്റെ ജനനത്തെ കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. in clear terms, his birth has been predicted. അവയുടെ വിവരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. I am not willing to go to the elaboration. യേശു ജനിക്കുന്നതിന് ഏതാണ്ട് 700-ലധികം വർഷങ്ങൾക്ക് മുൻപ്, More than 7 centuries before the birth of Jesus, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുമെന്ന് പ്രവാചകനായ യെശയ്യാവ് പ്രവചിച്ചു. prophets have predicted the virgin would be conceived and she would give birth to the child. ബേത്ലഹേം എഫ്രാത്തയിൽ നിന്ന് യഹൂദയിൽ നിന്ന് ഇസ്രായേലിനെ മേയ്ക്കുവാൻ ഒരു തലവൻ പുറപ്പെട്ടു വരുമെന്ന് മീഖാ പ്രവാചകൻ പ്രവചിച്ചു. From Jerusalem, from Ephrath, from Judea, a Savior will come. He will be a shepherd to look after the flock of Israel. Prophet Micah made such a prophecy. കഴുതപ്പുറത്ത് ജയശാലിയായി യെരൂശലേം ദേവാലയത്തിലേക്ക് പോകുമെന്ന് സക്കറിയ പ്രവാചകൻ പ്രവചിച്ചു. Prophet Zechariah predicted that upon them as he'll move to Jerusalem as a triumphant conqueror. പ്രവാചകനായ യെശയ്യാവ് സമാധാനത്തിന്റെ ശിക്ഷ അവന്റെ മേൽ ആയി എന്ന് എഴുതിയിരിക്കുകയാണ്. Prophet Isaiah says
the chastisements of our peace was upon him. അവന്റെ അടിപ്പിണരാൽ സൗഖ്യമുണ്ടെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. It is recorded, by his stripes we are healed. ഈ വചനങ്ങളെ നാം പരിശോധിക്കുമ്പോൾ When we go through all such references, മനുഷ്യവർഗത്തെ കാർന്ന് തിന്ന് അടിമപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പാപ സ്വഭാവത്തിൽ നിന്നും അതിന്റെ ഫലമായി ഉണ്ടായ സകല ദുഷ്ടതയിൽ നിന്നും വിടുവിപ്പാൻ യേശുവിന്റെ രക്തം മാത്രമാണ് പരിഹാരമുള്ളത്. the blood of Lord Jesus Christ is the only thing that's able to deliver man from the sin that is corroding, cankering man and taking man into damnation. ഇന്ന് കാണുന്ന ഈ പ്രപഞ്ചത്തിന് ഒരു വലിയ അവസാനമുണ്ട്. The present universe is going to be to the great end. ദൈവം അനുവദിച്ചാൽ അത് പിന്നാലെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. God willing, I shall touch that point after a short while. എന്നാൽ മനുഷ്യനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. However, let us think about man. മനുഷ്യനൊരു ആരംഭമുണ്ട്. Man had a beginning. എന്താണ് അവന്റെ ആരംഭം? What is the beginning? അവനെ ദൈവം തന്റെ കൈയുടെ പണിയായി ഈ ഭൂമിയിലെ മണ്ണുകൊണ്ട് പൊടി കൊണ്ട് ഉണ്ടാക്കി. God formed the man with the dust of the soil with his handiwork. അത് ഈ കാലങ്ങളിൽ വളരെ തെളിയിക്കപ്പെട്ടിരിക്കുന്ന ഒരു സത്യമാണ്. These days this truth has been proved. എത്ര വില കൂടിയ വസ്ത്രം ധരിച്ചാലും, Even they put on costly garments, എത്ര സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉണ്ടാക്കിയാലും, you use cosmetics in order to add up your beauty. അവ എന്തെല്ലാം ഉപയോഗിച്ചാലും, What all you apply, എത്ര വിലയേറിയ ഭക്ഷണം കഴിച്ചാലും, you have the nutritious food. മനുഷ്യൻ എത്ര കാലം ലോകത്തിൽ ജീവിച്ചിരുന്നാലും, How long, even though prolonged days men survive here, ഇത് പൊടി തന്നെയാണ്. dust is only dust. ദൈവകൃപയാൽ നമ്മൾ എല്ലാവരും ഇന്ന് ഇവിടെ വന്നിരിക്കുകയാണ്. By the grace of God, we all have gathered here. എന്നാൽ ശ്വാസം ശരീരത്തിൽ നിന്ന് പോയി എന്ന് വിചാരിക്കുക. Once the breath escapes this body, ആരും നിങ്ങളെ എടുത്ത് കോഴിക്കോട് കൺവെൻഷന് കൊണ്ടുവരത്തില്ല. nobody will bring you to Kozhikode convention. എത്ര സ്നേഹമുള്ള പുള്ളിയുടെയും ചിന്ത പിന്നെ വേറെയാണ്. The most beloved person, his thought is different thereafter. അലമുറയിട്ട് കരഞ്ഞ് വലിയ ബഹളമൊക്കെ ഉണ്ടാക്കും. You are making mourning and lamentation. എന്നാൽ അവര് 2 ദിവസം ഇരുന്ന് കരഞ്ഞോട്ടെന്ന് വിചാരിച്ചാൽ, Even if you think that, let them continue cry for 2 days. ഒരു ദിവസം പൂർത്തിയാവുന്നതിന് മുമ്പേ അവർ ചോദിക്കും ഈ പുള്ളിയുടെ അടക്കം എപ്പോഴാണെന്ന്. Before the completion of 24 days, they will ask, when is the burial? കാരണം ഇത് അഴുകിക്കൊണ്ടിരിക്കുകയാണ്. Because this is getting decayed. ഇത് മണ്ണായി തീരാൻ പോവുകയാണ്. This is going to be the dust. ഇത് പൊടിയാണ്, പൊടിയിലേക്ക് തിരികെ ചേരും. This dust, it is going back to the dust. എല്ലാ കേമന്മാരും ഇത് ഓർത്തോണം. All the mighty people, keep this in mind. ആരുടെ ഒരു മിടുക്കും രക്ഷപ്പെടിയല്ല. Your valiance is not going to revive you. ഇത് പൊടിയാണ്, പൊടിയിലേക്ക് തിരിച്ചു പോകും. This dust, this will return to dust. ഏത് ജിംനാസ്റ്റിക് ബോഡിയും പൊടിയിലേക്ക് പോകും. Anybody practicing gym, this is going to be collected to the dust. ഏത് ഗുസ്തിക്കാരനും ഇതിലോട്ട് പോകും. Any wrestling champion, you will go back to the dust. കാരണം അത് ദൈവ വ്യവസ്ഥയാണ്. Because it is an appointment of God. അതാണ് ഒരു മനുഷ്യനെ കൈകൊണ്ട് മനോഹരമായി ദൈവം സൃഷ്ടിച്ചു. They say God made man beautifully with his own hand. ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു. God created this man in his own image and likeness. എന്നാൽ ഇന്ന് ആകൃതിയും പ്രകൃതിയും എല്ലാം മാറി. However, the image and nature altogether changed. മനുഷ്യൻ ഒരു പ്രാകൃതനായി മാറി. Man has become a natural man. 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 46-ാം വാക്യം വായിക്കുമ്പോൾ, 1 Corinthians chapter 15 verse 46. ആത്മീയമല്ല പ്രാകൃതമത്രേ ഒന്നാമത്തേത്. It is not the spiritual, it is the natural, that is the first one. ഒരു കാര്യത്തിന്റെ ആരംഭം, The beginning of something. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രാകൃതനാണ്. Touchy man, this is quite natural. ഈ ഭൂമിയിൽ ജന്മം കൊണ്ട ഒരു പുണ്യ പുരുഷനുമില്ല. There is no human being by birth he is holy. അതേ ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വന്ന ദൂതന്മാരാരും ഭൂമിയിൽ വസിക്കുന്നില്ല. The angels descend from the presence of God, they do not dwell on the earth. നാം എല്ലാവരും തലമുറയായി നമ്മുടെ മാതാപിതാക്കൾക്ക് ജനിച്ച മൺപൊടികളായ മനുഷ്യരാണ്. Generation after generation, we are the dust, pieces of dust born to our parents. അങ്ങനെ പൊടിയാണെങ്കിൽ, Thus, if we are dust, ഇത് പൊടിയിലേക്ക് തിരിച്ചു പോകും. this will return to dust. ഇതിന്റെ സ്വഭാവം എന്ന് പറയുന്നത് പ്രാകൃതമാണ്. Its nature is, it is a carnal one. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. എന്നാൽ വിശുദ്ധ വേദപുസ്തകം നമ്മെ ഒരു മനോഹരമായ സത്യം പഠിപ്പിക്കുകയാണ്. However, the Holy Bible teaches a beautiful truth. അതെന്താണ്? What is it? നമ്മുടെ പാപത്തിന് പരിഹാരം നൽകുവാൻ യേശു കാൽവരിയിൽ മരിച്ചു. Lord Jesus Christ died on the cross at Calvary. He got effective remedy to our sin. വിശുദ്ധ യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 7-9 വാക്യങ്ങൾ വായിക്കുമ്പോൾ, 1 John chapter 1 verses 7 and 9. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം
the blood of his son Jesus Christ, സകല പാപവും പോക്കി ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം, that is able to cleanse us and wash all our sins. അതെ, നമ്മുടെ ദൈവം നീതിമാൻ വിശുദ്ധനായ ദൈവമാണ്. Our God is a righteous and holy God. അവന്റെ രക്തം സകല പാപത്തെയും പോക്കി ശുദ്ധീകരിക്കുകയാണ്. His blood is able to cleanse you and to make you holy. ആര് ആ രക്തത്തെ ആവശ്യപ്പെടും? Who will demand that blood? ഇന്ന് രാത്രിയിലും Even tonight, ഈ ശബ്ദസീമയ്ക്കുള്ളിൽ within the ambit of this voice, പാപത്താൽ ഞരങ്ങുന്ന പ്രിയ സ്നേഹിത, beloved friends, groaning because of sin, അതെ, നിന്റെ ജീവിതത്തെ അടിമപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഏത് സ്വഭാവവുമായിക്കൊള്ളട്ടെ, whatever is the nature which is captivating your life, നീ ആയിരിക്കുന്ന നിലയിൽ നിന്നുകൊണ്ട് from the position which you are, രക്ഷകനായ യേശു എന്റെ പാപങ്ങളെ മോചിക്കുമെന്ന് നിനക്ക് ഏറ്റുപറയുവാൻ കഴിയുമോ? will you able to confess, Jesus my Savior is able to forgive all my sins? ഈ രക്ഷകനെ നിനക്ക് വിശ്വസിപ്പാൻ കഴിയുമോ? Can you believe this is Savior? അതേ, റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ, As we turn to Romans chapter 10 verses 9 and 10, യേശുവിനെ കർത്താവെന്നും വായുകൊണ്ടേറ്റു പറയണം, you have to confess with the mouth that Jesus is Lord. ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, Believe in your heart. അവനെ മരിച്ചവരിൽ അവൻ ഉയർപ്പിച്ചെന്ന് നീ ഏറ്റുപറയണം. You must confess God raised you from the dead. എന്നാൽ നിനക്കൊരു ആത്മരക്ഷയുണ്ടാകും. Then you will get the salvation of the soul. നിന്റെ പാപത്തിന് മോചനമുണ്ടാകും. There shall be remission and your sins. അതെ, ഈ പാപത്തിൽ നിനക്കൊരു രക്ഷയുണ്ടാകും. You will have salvation from this sin. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. അങ്ങനെ വിടുതൽ പ്രാപിച്ച ദൈവമക്കളുടെ ഒരു ഗണമാണ് ഇവിടെ ഉള്ളത്. This is the company of the people of God who attain salvation in such a fashion. ഇന്ന് ലോകത്തിൽ കോടിക്കണക്കിന് ജനങ്ങൾ ഈ ആത്മരക്ഷ പ്രാപിച്ചിരിക്കുന്നു. Today, millions of people in the world attain this salvation of the soul. ഞങ്ങൾ അതിന് സാക്ഷികളാണ്. We are witnesses for the same. ഞങ്ങൾ അതിന് അനുഭവിക്കുന്നവരാണ്. We have an experience of the same today. ആ സ്വർഗീയ സന്തോഷം നസറേനായ യേശുവിന്റെ നാമത്തിൽ ദൈവസ്നേഹത്താൽ നിറഞ്ഞ് നിങ്ങളോട് ഞങ്ങൾ അറിയിക്കുകയാണ്. Being filled with the love of God in the name of Jesus Christ of Nazareth, we proclaim the same heavenly glad tidings unto you. പാപജീവിതം നമുക്ക് സന്തോഷം തരുന്നതല്ല. Life of sin cannot supply peace in our life. അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വഞ്ചനയുണ്ട്. There's a deception which is latent therein. അത് നിന്റെ ബുദ്ധിയെ കെടുത്തി കളയും. That will corrupt your mind. അത് നിന്റെ ആരോഗ്യത്തെ നശിപ്പിക്കും. That will defile, destroy your health. അത് നിന്റെ ആയുസ്സിനെ കുറച്ചു കളയും. That will diminish your lifespan. നിന്റെ ജീവിതം ആർക്കും പ്രയോജനമില്ലാത്തതായി തീർന്നു പോകും. Your life shall become unprofitable to anybody. എന്നാൽ ഇന്ന് നീ യേശുവിങ്കലേക്ക് വരുമോ? However, will you turn unto Jesus today? ഇതാ നിനക്ക് നേരെ യേശുവിന്റെ ഒരു ശബ്ദം വന്നുകൊണ്ടിരിക്കുകയാണ്. Behold, the voice of Jesus is coming unto you. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, All that labor and are heavy laden, നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ. all come unto me. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. I will give you rest. എന്റെ നുകം മൃദുവാണ്, എന്റെ ചുമട് ലഘുവാണ്. My yoke is soft, my burden is single. അത് ഏറ്റുകൊണ്ട് നിങ്ങൾ എന്നോട് പഠിക്കുന്നെങ്കിൽ If you take upon the same and learn of me, നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തുവാൻ കഴിയും. you shall find rest to your soul. അതേ, ലോകന്തരോത്ത സമാധാനം, The peace which cannot be given by the world. പാപപങ്കിലമായ ജീവിതത്തിൽ നിന്ന് വിടുവിപ്പാൻ, You not to find deliverance from the life cramped with the sin. കാൽവരി മലയിൽ കയറിപ്പോയ യേശുവിനെ ദർശിക്കണം. You have to have the visitation of Jesus trekked onto the Mount of Calvary. ആ കാൽവരി യാഗത്തെ വിശ്വസിക്കണം. We must believe the sacrifice on Calvary. അവൻ പാപം ചെയ്തവനല്ല, He did not do sin. അവൻ പാപത്തിൽ ജനിച്ചവനല്ല, He was not born in അവൻ sin. പാപം അറിഞ്ഞവനല്ല, He did not know അവൻ sin. വിശുദ്ധ He പ്രജയായിരുന്നു, was a holy അവൻ seed. സകല സൃഷ്ടിക്കും അതിജാതനായിരുന്നു. He was the firstborn of all the creatures. അങ്ങനെയുള്ള ദൈവപുത്രൻ Such a son of God നമ്മുടെ പാപത്തിന് വേണ്ടി for our sins. കുറ്റമില്ലാത്തവൻ ഇതാ കുറ്റമേറ്റെടുക്കുകയാണ്. The impeccable takes upon himself all the guilt. 2 കൊരിന്ത്യർ 5:21 വായിക്കുന്നത് പോലെ 2 Corinthians chapter 5 verse 21. പാപം ഇല്ലാത്തവനെ The one without sin പാപമാക്കി made sin, നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് that we may be righteous in God. നമ്മുടെ യേശു
ചുമന്നുകൊണ്ട് കാൽവരി മലയിലേക്ക് കയറിപ്പോകുകയാണ്. Bearing sin, Lord Jesus Christ took upon the Mount of Calvary. അവിസ്താരത്തിൽ കുറ്റമൊന്നും കാണുവാൻ കഴിഞ്ഞില്ല. At the time of interrogation, he was not found any guilt. 5 കോടതികളിൽ 6 പ്രാവശ്യം അവൻ വിസ്തരിക്കപ്പെട്ടു. In 5 courts, 6 times each, he was questioned. അവന്റെ തലയിൽ മുൾക്കിരീടത്തെ വെച്ചു. His head was coronated with a thorny ആ crown. മുൾക്കിരീടം അവന്റെ തലയിൽ അടിച്ചിറക്കി. It was pierced on the head. അവന്റെ ശരീരം മുഴുവൻ ഉഴവ് ചാലുകൾ പോലെ അവർ ചാട്ടവാറുകൊണ്ട് അടിച്ചു കയറി. With the thorn, then the body was lacerated like the plow. രക്തധമനികൾ പൊട്ടി രക്തം ധാരധാരയായി ഒഴുകി. Blood vessels broke out. Blood was trickling down. അവന്റെ അസ്ഥികളിൽ നിന്ന് മാംസം പറിച്ചെടുത്തു കളഞ്ഞു. From the bones, flesh was plucked out. ഉഴവ് ചാലുപോലെ അവന്റെ മുതുക ഉഴുതുമറിച്ചു. Like the Pharaoh, his back was plowed down. റോമൻ പടയാളികളുടെ ചാട്ടവാറ് അവന്റെ മേൽ പതിച്ചപ്പോൾ വലിയ ചാലുകളായി മാറി. When the thongs of Roman soldiers just flashed upon his back, that was created great pavements. ഈ വിധം ഒരു മനുഷ്യന് ജീവിച്ചിരിപ്പാൻ കഴിയുമോ? Can a man survive after this similitude? ഒരിക്കലും സാധ്യമല്ല. No, never. ആർക്കും സാധ്യമല്ല. Nobody can. എന്നാൽ ഇതെങ്ങനെ സാധ്യമായി? If so, how this is effected? അവന്റെ നിലവിളി സ്വർഗത്തിൽ കയറിപ്പോയി. His cry reached heaven. പിതാവേ കഴിയുമെങ്കിൽ, Lord Father, if you can. എന്റെ പിതാവേ കഴിയുമെങ്കിൽ, My Father, if thou willest, ഈ പാനപാത്രം എനിക്ക് നീക്കിത്തരണമേ. this cup might be removed from me, എന്നാൽ എന്റെ ഇഷ്ടമല്ല, but still not my will. അങ്ങയുടെ ഇഷ്ടം മാത്രം മതി. Let thy will be done. പിതാവായ ദൈവം കണ്ണടച്ചു കളഞ്ഞു. The Heavenly Father winked his lashes. പുത്രൻ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി യാഗമാകുന്നു. The Son became sacrifice for the salvation of mankind. അവന്റെ യാതനയുടെ ഫലമായി ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി വന്നു. In his lamentation, angels came down in order to strengthen him. കാൽവരി മലമേട്ടിൽ ജീവൻ പിതാവിന്റെ കയ്യിൽ കൊടുക്കും വരെയും അവൻ ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. Till he gave his ghost unto the Father. On the Mount of Calvary, the angels strengthened him. ഇതാ മരക്കുരിശിൽ 3 ആണികളാൽ അവൻ തറയ്ക്കപ്പെട്ടു. On the wooden cross, he was nailed with 3 nails. ക്രൂശിച്ചുള്ള മലമേൽ ഏകനായി കയറിപ്പോയി മരക്കുരിശിൽ അവൻ തറയ്ക്കപ്പെട്ടു. Bearing the rugged cross, took on the mountain, nailed on the wooden cross. ആ മരക്കുരിശിൽ അവൻ മരിച്ചു. He died on the wooden cross. നമ്മുടെ കർത്താവ് അടക്കം ചെയ്യപ്പെട്ടു. Lord Jesus Christ was buried. പിതാവിന്റെ വലഭാഗത്തേക്ക് കയറിപ്പോയി. He ascended to the right hand side of the Father. എന്റെ പ്രിയ സഹോദരങ്ങളെ, Beloved brethren, ഇന്ന് രാത്രി നിങ്ങളുടെ രക്ഷാ ദിവസമാണ്. tonight is the day of your salvation. ഈ രക്ഷണ്യ നാളിനെ നിങ്ങൾ തള്ളിക്കളയരുതേ. Do not neglect this day of salvation. ഇതാ യേശു നിന്നെ വിളിക്കുന്നു. Behold, Jesus beckons you. നിനക്കൊരു ആരംഭം ഭൂമിയിൽ തന്നതുപോലെ നിനക്കൊരു അവസാനമുണ്ട്. As the Lord has given you a beginning in the world, behold, there is an end to this life. ഒരിക്കൽ മരണം, Once death, പിന്നെ ന്യായവിധി ദൈവം നിയമിച്ചിരിക്കുകയാണ്. then judgments appointed to man by God. ആ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ നിനക്ക് ഇന്ന് രാത്രി രക്ഷ നേടണമെങ്കിൽ ആ യേശുവിന്റെ അടുക്കലേക്ക് വരേണം. Tonight, to find deliverance from that clutches of death, you have to come unto Jesus. മരണത്തെ നശിപ്പിക്കുവാൻ നാം സ്വീകരിക്കേണ്ടതായ ഒന്ന് ഈ സുവിശേഷമാണ്. Gospel is one thing that we can accept in order to destroy death. 2 തിമോഥെയോസ് 1:10 നാം അത് വായിക്കുന്നു. 2 Timothy chapter 1 verse number 10 speaks about it. സുവിശേഷത്താൽ മരണം നീക്കുന്നു. By gospel death is abolished, destroyed. സുവിശേഷത്താൽ മരണത്തെ നശിപ്പിച്ചു By കളയുകയാണ്. gospel death is destroyed. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. തുടർന്ന് നമ്മൾ കാണുമ്പോൾ In furtherance, എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങളിൽ Hebrews chapter 8 verses 14 and 15. മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും തന്റെ മരണത്താൽ യേശു വിടുവിച്ചു. The people who were under the grip of the fear of death, Jesus by his death delivered them. നമ്മുടെ കർത്താവിന്റെ കാൽവരി മരണത്താൽ നമുക്ക് ഒരു വിടുതൽ മരണത്തിൽ ലഭിച്ചിരിക്കുകയാണ്. By the death of the Lord Jesus Christ on the cross of Calvary, we got a deliverance from the fear of death.
ചിലർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, Some people have misunderstanding. ഈ പെന്തിക്കോസ്തുകാർ മരുന്ന് ചെയ്യുന്നില്ല. The Pentecostal people do not take medicine. ഇവരെ മനുഷ്യരെ കൊല്ലുകയാണ്. These people are killing people. ദൈവത്തിന് മഹത്വം. Glory be to God. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ആരെയും കൊല്ലുന്നവരല്ല, ജീവിപ്പിക്കുന്നവരാണ്. We are not the murderers, but we are the quickeners. എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ധൈര്യമുണ്ട്. But there is a boldness in our life. ആ ധൈര്യം എന്താണ്? What is that boldness? ഇന്ന് ലോകത്തിലെ അനേക ഉന്നതന്മാർക്കില്ലാത്ത ഒരു ധൈര്യം ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുകയാണ്. God has given us a confidence which many mighty people in the world do not have. എന്തെന്ന് വെച്ചാൽ മരണത്തെ ഞങ്ങൾക്ക് ഭയമില്ല. We do not fear death. നിങ്ങളോട് സംസാരിക്കുന്ന ഞാൻ മരിച്ച് എന്റെ ശരീരം പൊടിയായി തീരേണ്ട വർഷങ്ങൾ കടന്നുപോയി. Years passed away. In that particular context, one day I had to die. This body should have been one with the dust now. കർത്താവിന്റെ കരുണയാൽ By the mercy of God, ജനനം മുതൽ from the birth, ഇന്നേ വരെ so far, ഒരു മരുന്നിന് ഞാൻ അടിമയല്ല. I have not applied any medicine. ഞാനത് ഉപയോഗിച്ചിട്ടില്ല. I haven't applied. എനിക്കൊരു ആശുപത്രിയും വേണ്ട, I don't want any hospital. എനിക്കൊരു ഡോക്ടറും വേണ്ട. I don't want any കാരണം doctor. എന്റെ യേശു എനിക്ക് എല്ലാറ്റിനും എല്ലാമാണ്. Because my Jesus is all in all to me. ഞാനത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. I am not willing to move to the details. എന്റെ സാക്ഷ്യം നിങ്ങളോട് പറയാൻ ഇനി തുടങ്ങിയാൽ ഇവിടുന്ന് പോയി പറ്റുകയില്ല. If I start telling my testimony, you do it hours together. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് പോകാനും താല്പര്യമില്ലെന്ന്. Answer your posture, it feels that you are willing to stay here. നല്ല കടൽക്കാറ്റും കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. There is a breeze, you enjoy it. പക്ഷേ അടുത്ത പ്രോഗ്രാം നമ്മൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. Because we already announced the next program. അതുകൊണ്ട് പോയേ മതിയാകൂ. We have to go therefore. ഒരു കാര്യം ഓർത്തോണം, One thing keep in mind. ഇവിടുന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ As you quit this place, ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിയും മരണഭീതിയോടെ പോകരുത്. no individual from this assembly should go with the fear of death. നമ്മുടെ യേശു കാൽവരിയിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിനാൽ, As Jesus died on the cross of Calvary, buried and rose up, നമുക്ക് ലഭിച്ചതാണ് ആ ജയം. we got that victory. അതെ, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. There is a law of the spirit of life. മരണത്തിന്റെയും പാപത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം That തന്നിരിക്കുകയാണ്. has given us liberty from the spirit and the law of death. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ദൈവവൈതലേ, Therefore, beloved child of God who received this Holy Spirit, വെറും അന്യഭാഷ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന അല്ല പെന്തക്കോസ്ത് ജീവിതം. Pentecost life is not simply winding up by talking in unknown tongues, ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് trusting in the grace of God, ആത്മശക്തിയാൽ ശക്തിപ്പെട്ട് being strengthened by the spiritual power. നാം ഈ രോഗത്തിന്റെ നുകത്തെ മുറിക്കണം. We must break the yoke of sickness, അതിന് ദൈവമക്കൾക്ക് അതിനേറ്റൊരു അഭിഷേകം ഉണ്ടാകണം. for which goes you need to have the powerful anointing. അത് ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാപിച്ചുകൊള്ളുവീൻ. These days you have to obtain that anointing. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. There is a law of the spirit of life. റോമർ 8:2 അത് വായിക്കുന്നു. Romans chapter 8, the second verse. ഈ ദൈവമക്കൾക്ക് People of God, കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഒരു ജയം തന്നിരിക്കുകയാണ്. through Lord Jesus Christ, a victory has been assured. ഈ മർത്യമായത് അമർത്യത്തെ ധരിക്കണം. This mortal should put on immortality. മരണം നീങ്ങി ജയം വന്നിരിക്കുന്ന വചനം നിവർത്തിയാകും. Death is swallowed up by life. That word is fulfilled there. അവിടെ ഒരു വലിയ വെല്ലുവിളിയുടെ ശബ്ദം കേൾക്കുകയാണ്. Great voice of challenge is ringing. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? Lord death, where is thy victory? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? Lord death, where is thy sting? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. Thanks be unto God which gives us victory through our Lord Jesus Christ. എത്ര പേർക്ക് ഒരു നല്ല സ്തോത്രം പറയാൻ കഴിയും? How many can shout praise powerfully? ആ ജയം ഉണ്ടെങ്കിൽ, If you have that victory, ആ ധൈര്യം ഉണ്ടെങ്കിൽ, if you have that confidence, ആ സൗഖ്യത്തെ കുറിച്ചുള്ള ധൈര്യം ഉണ്ടെങ്കിൽ, if you have the boldness about that ആ healing, മരണത്തെ കുറിച്ചുള്ള ജയം നമുക്കുണ്ടെങ്കിൽ, if you have the thought of victory over death, നാം അറിയാതെ സ്തോത്രം പറഞ്ഞു പോകും. spontaneously we will praise God. അതുകൊണ്ട് ദൈവമക്കൾ സ്തോത്രം പറഞ്ഞുകൊണ്ടേ ഇരുന്നാ മതി. If you keep on thanking God, it's good. എന്നാലും ഒരു സ്തോത്രം അങ്ങ് പറഞ്ഞേരെ. Come on, say a praise. ഇങ്ങനെയുള്ള കീർമ്പിളി സ്തോത്രമൊന്നും ദൈവം അംഗീകരിക്കാൻ പോകുന്നില്ല. ശക്തിയായിട്ടൊരു സ്തോത്രം പറ. സ്തോത്രം. കണ്ടോ, ഒന്ന് പറയാൻ പറഞ്ഞപ്പോ 9 പറഞ്ഞിരിക്കുന്നു. അത്ര സന്തോഷമാണ്. I asked you to say one, but you chain of praises came. You are joyful. ജയം എടുത്തോണ്ടേ ഇവിടുന്ന് പോകാവൂ. Attain victory and good this when you. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദൈവമക്കളുടെ ജീവിതം ജയകരമായ ജീവിതമാണ്. The life of people of God is a victorious one. അതിന്റെ വിശാലതയിലേക്ക് ഇപ്പോൾ പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. I am not willing to elaborate.
എന്നാൽ നമ്മുടെ ജീവിതത്തിന് ഒരു അവസാനമുണ്ട്. However, our life has got an end. ആ അവസാനത്തിൽ At that end, നാം ഒരു നിത്യതയിലേക്ക് കടക്കാൻ പോവുകയാണ്. we are going to enter an അതിന് ഈ eternity. ലോകത്തിലായിരിക്കുമ്പോൾ For the same purpose, while it in this ആ life, പ്രത്യാശയുള്ളവരായി with that hope, ലോകത്തിൽ ജ്യോതിഷികളെ പോലെ we പ്രകാശിക്കുകയാണ്. must shine like light in the world. വരുവാനിരിക്കുന്ന ഭാവി പ്രത്യാശ. The hope that is yet to come. സദൃശവാക്യം 31:25 വായിക്കുമ്പോൾ Proverbs chapter 31 verse 25. ഭാവി കാലം ഓർത്തവൾ പുഞ്ചിരി She തൂകുകയാണ്. shall rejoice in the time to come. നമുക്കൊരു നല്ല ഭാവി കാലം വരാൻ പോവുകയാണ്. Behold, a glorious future is impending. നമുക്കൊരു സ്വർലോക രാജ്യം നാം അനുഭവിപ്പാൻ പോവുകയാണ്. We are going to enjoy a heavenly paradise. അതിനെ ദൈവവചനം പഠിപ്പിക്കുമ്പോൾ Biblically speaking, 16 സങ്കീർത്തനത്തിന്റെ 6 വാക്യത്തിൽ Psalm 16, the 6th verse, ആരംഭത്തേക്കാൾ നല്ലൊരു അവകാശം, there is a better inheritance than the beginning. എന്തെങ്കിലും ഒന്നല്ല, It is not something, സ്വർഗത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോകുക എന്നുള്ളതല്ല. not occupying some corner of heaven. അനേക വാസസ്ഥലങ്ങളുണ്ട്. There are many mansions in എന്നാൽ heaven. ഏറ്റവും ഉന്നതമായത് നമുക്ക് പ്രാപിക്കണം. We have to obtain the loftiest one. അതാണ് ഞാൻ പിന്നീട് നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞത്. I told you that I shall touch it after a short അതേ while. ഉത്തരഗിരിയായ സിയോൻ പർവ്വതം, Mountains are located in the north. ആ നല്ലൊരു അവകാശം That better inheritance, അത് നമുക്ക് പ്രാപിക്കണമെങ്കിൽ in order to attain the same, ഒരു നല്ല ജീവിതം നമുക്കുണ്ടായിരിക്കും. we have to accomplish a beautiful life. അതാണ് മത്തായി 25:21. Matthew's Gospel chapter 25, the 21st ദാസനെ verse. വിളിച്ചിട്ട് യജമാനൻ പറയുകയാണ്, The master looking into the servant tells, നന്ന് good, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. good and faithful servant. ഞാൻ വിവരിക്കുന്നില്ല. I'm not willing to detail out. ആ 5 കിട്ടിയവൻ 5 കൂടെ നേടിയിരിക്കുന്നു. He got 5, gained 5 more. 2 കിട്ടിയവൻ 2 കൂടെ He നേടിയിരിക്കുന്നു. got 2, gained 2 more. കോഴിക്കോട് കൺവെൻഷന് വന്നതിനാൽ As you attended Calicut convention, ഇന്ന് നമുക്കൊരു പുതിയ ഊർജം ലഭിക്കണം. today we have to get a new energy. എനിക്ക് ലഭിച്ച സത്യം വ്യാപാരം ചെയ്യണം. You have to merchandise the truth given to you. നാം ഈ കൺവെൻഷൻ നടത്തുന്നതിന്റെ ഉദ്ദേശം എന്താണ്? What's the purpose of conducting this ഓ, convention? ഈ പട്ടണത്തിൽ ഒരു വ്യക്തിയെങ്കിലും ന്യായവിധിയിൽ നിന്ന് രക്ഷ പ്രാപിച്ചെങ്കിൽ, At least one soul from the city, if it is attained deliverance from ഒരു judgment, പിന്മാറ്റക്കാരനെങ്കിലും മടങ്ങി വന്നെങ്കിൽ, at least a backslider comes back to God. ദൈവസഭ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങേണ്ടതിനായി The church of God should be prepared for the coming of the Lord. നമ്മുടെ വ്യാപാരം കുറച്ചു കളയരുത്. Do not put it down or merchandising. ദൈവസ്നേഹം ഉള്ളിൽ വരുമ്പോൾ As the love of God visits your നാം heart, അങ്ങനെയുള്ളവരായി മാറും. we shall be translated to be ആ such ഒരു ദിവ്യ people. സ്വഭാവത്തിന് ഉടമകളായി മാറും. Will be authors of a divine nature. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. Good and faithful servant. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to അവന്റെ God. കാതിൽ ഒരു ശബ്ദം കേൾക്കാൻ പോകുകയാണ്. The sound is going to ring in the caverns of your യജമാനന്റെ ear. സന്തോഷത്തിലേക്ക് പ്രവേശിക്കാം. Enter the joy of your master. അത് പുതിയ യെരൂശലേമാണ്. That's the new Jerusalem. നമ്മുടെ യേശു വേഗം വരാൻ പോകുകയാണ്. Our Jesus is coming soon. ആർക്കായി കർത്താവ് വരുന്നു? For whom is he coming? തന്റെ വിശുദ്ധന്മാർക്കായി, For his saints, ജയമെടുത്ത സഭയ്ക്കായി, for the victorious church, തന്റെ സ്വഭാവത്തിൽ പൂർണ്ണരായവർക്ക് വേണ്ടി, those who become perfect in nature, ലോകത്തിൽ ജ്യോതിഷികളെ പോലെ those ശോഭിക്കുന്നവർക്കായിട്ട്. who shine like light in the world. ഇതാ യേശു വേഗം വരാൻ പോകുകയാണ്. Behold, Jesus is coming soon. ഞാൻ വേഗം പറഞ്ഞു നിർത്തട്ടെ. Let me touch and go. ഈ ഭൂമി ആവിർഭവിച്ചു, എന്നാൽ ഇത് അവസാനിക്കാൻ പോകുകയാണ്. This earth began, this is going to end. ലോകത്തിൽ ഒരുപാട് പേര് ലോകാവസാനമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. Many people told that this is the end of the world. എനിക്കറിഞ്ഞുകൂടാ, ഞാൻ കണ്ടിട്ടുമില്ല, പക്ഷെ കേട്ടിട്ടുണ്ട്. ലോകാവസാനം എന്ന് പറഞ്ഞ ഒരു സിനിമ ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. I haven't seen it, but I heard there's an end of the world. അങ്ങനെയൊക്കെ ആളുകൾ പറയുന്നുണ്ട്. People say such a cinema is there. എന്നാൽ നമ്മൾ അത് കണ്ടൊന്നും കാണാൻ പോകണ്ട. Let us not to watch such a movie. പക്ഷേ സിനിമ കാണിച്ചെന്ന് വിചാരിച്ച് ലോകമൊന്നും അവസാനിച്ചില്ല. The cinema is screened, the world hasn't ended. കുറെ ബുദ്ധിമാന്മാർ പറഞ്ഞിട്ടുണ്ട് ലോകം അവസാനിക്കാൻ പോവുകയാണെന്ന്. Many scholars have said that the world is going to end. എന്നാൽ ലോകം തന്നെ വിളിച്ചു പറയുന്നു ഇത് അവസാനിക്കാൻ പോവുകയാണ്. The world says, I am going to end. ഇവിടെ ഇരിക്കുന്ന എത്ര ദൈവമക്കൾക്കറിയാം ലോകം എന്ന് അവസാനിക്കുമെന്ന്? How many people of God in this congregation know when will the end of the world? ഈ സാധുക്കളായ ഞങ്ങൾക്കറിയാതെ. We, the poor people, know it. ഞങ്ങളെ അത് കോളേജ് ഒന്നും പഠിപ്പിച്ചല്ല. It was not educated from the college. ലോകം എന്ന് അവസാനിക്കുമെന്ന് തിട്ടമായി ഞങ്ങൾക്കറിയാം. Very definitely we know about the end of the earth. നാം ഈ പന്തലിൽ നിന്ന് എഴുന്നേൽക്കും മുമ്പേ നമ്മുടെ യേശു വെളിപ്പെട്ടാൽ We forget him from this pandal if the Lord Jesus appears. അടുത്ത 7 വർഷം പീഡാകാലം
കാലമാണ്. Next is 7 years tribulation period. പിന്നെ 1000 വർഷം നമ്മുടെ ഭരണമാണ്. Thereafter millennial kingdom by us. അത് കഴിയുമ്പോൾ Thereafter ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു the പോകും. heavens shall pass away with a huge shout. ഭൂമിയും മൂലപദാർത്ഥങ്ങളും കത്തിയഴിയും. Earth and the elements shall be burnt. ഈ മഹാസമുദ്രത്തെ കാണാനില്ലാതെയാകും. This great sea shall cease to exist. അതേ നമ്മുടെ ദൈവത്തിന്റെ നിത്യരാജ്യം അവിടെ സ്ഥാപിക്കപ്പെടും. Eternal kingdom of the Lord shall be established there. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. Let's close our eyes. ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ, Beloved people of God who are in the presence of God, ഒരു നിമിഷം ദൈവവചനത്തിന്റെ മുൻപാകെ ഒന്നുകൂടെ നിങ്ങളൊന്ന് ശോധന ചെയ്യുവിൻ. re-examine yourselves for a minute in the light of the word of God. ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ അതിന്റെ അവസാനം നല്ലത്. Better is the end of something than its beginning. എന്നാൽ നമുക്കിവിടെ ഒരു അവസാനം ഉണ്ടാകും. Here we'll meet an end. എന്നാൽ ഈ ലോകത്തിന് ഇവിടെ ഒരു അവസാനം ഉണ്ടാകും. However, this world shall also meet an end. എന്നാൽ ദൈവമക്കൾ അന്തമില്ലാത്ത യുഗം നമ്മുടെ പ്രിയനോടുകൂടെ വസിക്കുവാൻ പുറപ്പെട്ടു പോകുകയാണ്. People of God are going to live with my God for endless season. നമ്മുടെ പ്രത്യാശ അതാണ്. That is our hope. ആ പ്രത്യാശയുള്ള ദൈവമക്കൾ People with that hope, എല്ലാവരും ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. let's all stand up for a moment. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. Let's all stand up for a minute. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധി നമുക്ക് അടയ്ക്കാം. Let us close our eyes in the presence of God. ജീവിതത്തെ ഒന്ന് പരിശോധിക്കാം. Let us examine our life. കർത്താവേ, എനിക്കൊരു ആരംഭം തന്നു. Oh Lord, you have given me a beginning. എനിക്കൊരു ജീവിതം എന്റെ ദൈവം തന്നു. God has gifted me a life. എന്നാൽ ഈ ജീവിതം കൊണ്ട് ഞാൻ എന്ത് നേടി? With this life, what have I won? ഈ ലോകത്തിൽ എന്ത് നേടിയാലും Even though you gained anything in this world, എല്ലാം ഇവിടെ വിട്ടിട്ട് പോകണം. you have to quit everything one day. രാജ്യത്തിലേക്ക് ചെന്ന് ചേരുവാൻ You not reach that everlasting kingdom. എന്താണ് നമ്മൾ കരുതിയിട്ടുള്ളത്? What we have accumulated. സഹോദര സഹോദരി, Brother, sister, ആത്മരക്ഷ പ്രാപിച്ചിട്ടുണ്ടോ? have you attained the salvation of the soul? തിരുവെഴുത്ത് അംഗീകരിച്ചിട്ടുണ്ടോ? Have you accepted the word of God? വചനപ്രകാരം ജലസ്നാനം സ്വീകരിച്ചിട്ടുണ്ടോ? Have you taken water baptism scripturally? ഉയരത്തിലെ ശക്തിയെ നീ പ്രാപിച്ചിട്ടുണ്ടോ? Have you received the power from above? പറന്നു പോകാനുള്ള പ്രത്യാശയുള്ള ജീവിതം നിനക്കുണ്ടോ? Have you accomplished a life hopeful to fly up? അല്ല, നിന്റെ ജീവിതം നശിച്ചു പോയിരിക്കുന്നുവോ? If not, otherwise your life is a damned one. നിന്റെ ജീവിതം പിന്മാറ്റത്തിലേക്ക് പോയി കഴിഞ്ഞോ? Has it backtracked? അതേ, ലോകസ്നേഹം നിന്നിലേക്ക് പ്രവേശിച്ചോ? Has the love of the Lord penetrated into your life? ദൈവത്തിൽ നിന്ന് പ്രാപിച്ച നന്മകൾ നഷ്ടപ്പെട്ടു പോയോ? Have you squandered the blessings you received from God? അഭിഷേകം നഷ്ടപ്പെട്ടു പോയോ? Have you lost your anointing? ഈ കൺവെൻഷനിൽ During this convention, നിന്റെ അഭിഷേകത്തെ കർത്താവ് പുതുക്കാൻ പോകും. lo, the Lord is going to renew your anointing. നസ്രനായ യേശു, Jesus of Nazareth, ഉയർത്തെഴുന്നേറ്റവനായ യേശു, the resurrected Jesus, തന്റെ വിരിക്കപ്പെട്ട കരങ്ങളുമായി with the stretched out arms, നമ്മുടെ നടുവിലൂടെ സഞ്ചരിച്ചുകൊണ്ട് is moving in our midst. ഇപ്പോൾ ദൈവ പൈതലേ, Right now, child of God, നിനക്ക് ദൈവത്തോട് ആവശ്യപ്പെടാം. can you demand to God, എന്നെ സഹായിക്കണമേ. oh Lord, help me. കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയിൽ നടന്ന രോഗശാന്തി ശുശ്രൂഷയുടെ പ്രാർത്ഥനയിൽ ഒരു ദൈവപൈതലിനുണ്ടായ സൗഖ്യത്തെ കുറിച്ച് പറയുവാനിടയായി. A child of God attained healing at the time of the prayer that was done at the divine healing service of the Kottarakara convention. പ്രമേഹ രോഗത്താൽ വളരെ കഷ്ടതയിലായി. He was suffering from diabetics. അവരുടെ കാലിന്റെ വെള്ളയിൽ 3 ഭാഗത്ത് കറുപ്പുകൾ വന്നു. The palm of the foot in 3 parts, black spots came. തറയിൽ കാല് ചവിട്ടാൻ കഴിയുന്നില്ല. He was not able to stamp on the ground. അതിവേദനയിൽ വന്നവിടെ പ്രാർത്ഥനയെ സംബന്ധിക്കുക. He suffered from excruciating pain and attended the prayer. കരഞ്ഞുകൊണ്ടേയിരുന്നു. With the tears he was. നിലവിളിച്ചുകൊണ്ടേയിരുന്നു. Started weeping. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. We started praying for others. തന്റെ വേദന മറന്നുപോയി. He forgot his pain. എന്നാൽ താൻ 2 ദിവസം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോഴാണ് വേദനയെ കുറിച്ച് നോക്കുന്നത്. After 2 days reaching home, he just thought about the pain. കാലിൽ നോക്കിയപ്പോ വേദനയില്ല, കറുപ്പുകൾ കാണാനുമില്ല. To his surprise, no more pain, no more black spots. നമ്മുടെ യേശു ഇന്ന് സൗഖ്യമാക്കുന്ന ദൈവമാണ്. But Jesus is even today the healer. ഇതൊരു മാജിക് അല്ല. It is not the magic show. ജനത്തെ എല്ലാം കൂടെ ഇളക്കി പെരുക്കി ഏതോ തന്ത്രം കാണിക്കുന്ന മാർഗമല്ലിത്. It is not a sensationalism. എന്റെ യേശു സൗഖ്യദായകൻ, Jesus my healer. എന്റെ യേശു ആത്മരക്ഷകൻ, Jesus my savior of the എന്റെ soul. യേശു വീണ്ടെടുപ്പുകാരൻ, Jesus is a redeemer. എന്റെ യേശു മണവാളൻ. Jesus
Jesus may hear. വേഗം വരാൻ പോകുന്നു. He is going to appear soon. ദൈവസഭ പറന്നുയരാൻ പോകുകയാണ്. Church of God is going to fly up. നമ്മുടെ വായെ തുറക്കാം. Open your mouth. ദൈവത്തെ സ്തുതിക്കാം. Praise God. ശക്തിയുള്ള കരങ്ങളെ ചേർത്തടിക്കാം. Clap your powerful hands. ഒരു നിമിഷം നമുക്കൊന്ന് സന്തോഷത്തിന് ഇടം കൊടുക്കാം. For a moment, give room for joy. ദൈവമക്കൾ ശക്തിയായി ആത്മാവിൽ നിറയുക. Be filled with the Spirit of God. നിങ്ങളുടെ മധ്യേ ദൈവശക്തി ക്രിയ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. The presence of God is working in our midst. സൗഖ്യമെങ്കിൽ സൗഖ്യം. If there is a healing, you can get it. പാപത്തിന് പരിഹാരമെങ്കിൽ പാപത്തിന് പരിഹാരം. Remission of sins, you can have it. നിന്റെ ശത്രുത്വങ്ങളിൽ നിന്ന് വിടുതൽ. If there is deliverance from the നിന്റെ enemy, it is God. തലമുറയ്ക്ക് അനുഗ്രഹം. Mercy for your generation. ഈ കോഴിക്കോട് പട്ടണത്തിന് അനുഗ്രഹം. Mercy for the Calicut city. ഇവിടെ ആരാധിക്കുന്ന ദൈവമക്കളുടെ ആരാധനയാൽ It is a worship of the people of God who undertake ഈ service now. ദേശം അനുഗ്രഹിക്കപ്പെടും. This land shall be blessed. ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ വിശ്വസിപ്പീൻ. Believe in the promise of God. എത്ര പേരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകും? How many shall shed tears for their eyes? എത്ര പേർ നിലവിളിക്കും? How many shall cry? ദൈവമേ എന്നെ സഹായിക്കണം. Oh God, help me, Savior. സ്വർഗത്തിൽ വസിക്കുന്നവൻ The one abiding in heaven. വാഗ്ദത്തത്തിൽ വിശ്വസ്തനായി God is faithful in the promise. തന്റെ വാനദൂത സേനകളുടെ അകമ്പടിയോടെ With the retinue of the host of the angels. ഇതാ ഉലാവിക്കൊണ്ടിരിക്കുക. Behold, moving here. അതേ നിങ്ങളുടെ കണ്ണുകളെ അടച്ച് Close your eyes. സ്വർഗത്തിലെ ദൈവത്തിങ്കലേക്ക് നിങ്ങൾ നോക്കുമെങ്കിൽ If you gaze on the God in heaven, ഇപ്പോൾ നിങ്ങളുടെ വിടുതലിന്റെ സമയമാണ്. this is the time of your deliverance. എനിക്കൊരു നല്ല അവസാനം തരണമേ Oh ദൈവമേ. Lord, give me a good end. എന്റെ ആരംഭത്തെക്കാൾ നന്നായിരിക്കണമേ. My end should be better than the beginning. നല്ല പ്രവൃത്തി ആരംഭിച്ച ദൈവം The very God who started the good work in അത് you തികയ്ക്കുവാൻ ശക്തനാണ്. is able to perform it. എല്ലാവരും സമർപ്പിച്ചു കൊടുക്കുവിൻ. Let us all surrender. നമ്മുടെ ശബ്ദം ഉയരട്ടെ. Let your voice shoot അന്യ up. ഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കുവിൻ. Praise God in unknown tongues. ആത്മശക്തിക്ക് ഇടം കൊടുക്കുവിൻ. You root for the spiritual power. പിശാച് നിങ്ങളെ താഴ്ത്തരുത്. Devil should not hamper you. ഉദരങ്ങൾ ബലപ്പെടട്ടെ. May your lips be strong. ശരീരം ഏൽപ്പിച്ചു കൊടുക്കുവിൻ. Come on, give your body, yield your ഓ, body. ദൈവശക്തി ഇറങ്ങിക്കൊണ്ടിരിക്കുകയോ. The power of God is coming down. കാൽവരി രക്തം ആമേൻ ആമേൻ ആമേൻ. ആദിയെക്കാളുമൻ അവസാനമോ അഭികാമ്യമാക്കേണമേ. ആദിയെക്കാളുമൻ അവസാനമോ. എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്, ചേർന്ന് പാടുവിൻ. Come on, sing together, sister.